ജീവിതവും പഠന പരമ്പരയുടെ 97ാമത്തെ സെഷനിലേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം എന്തുകൊണ്ടാണ് പലരും പഠിക്കാത്തത്? വായിക്കാറുണ്ട്, പാരായണം ചെയ്യാറുണ്ട്, എന്നാൽ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാത്തത് എന്ന് ഒരിക്കൽ R.C. സ്പ്രൗളിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: പലർക്കും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ വചന പഠനം വിരസമാണ്, ബോറിംഗ് ആണ് എന്നൊക്കെ ഒന്നുകൊണ്ടൊന്നുമല്ല ആളുകൾ അത് പഠിക്കാത്തത്. അതിന്റെ പുറകിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രയത്നം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പലപ്പോഴും അതിനെ ആളുകൾ മുതിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ബുദ്ധി വൈഭവം ഇല്ലാത്തതുകൊണ്ടോ, ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ വചനം പഠിക്കണം എന്ന ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, പൊതുവെ മടിയന്മാരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന്. ഇതൊരു ചെറിയ മേഖല മാത്രമാണ്. ഇങ്ങനെ പല മേഖലകൾ, ക്രിസ്തീയ ജീവിതത്തിൽ പല മേഖലകൾ നമുക്ക് പറയാനുണ്ടായിരിക്കാം. എന്നാൽ മറ്റ് മേഖലകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജോലിയിലായിക്കൊള്ളട്ടെ, നമ്മുടെ പഠനത്തിൽ ഉപരിപഠനത്തിനായിട്ടുള്ള ശ്രമങ്ങളായിക്കൊള്ളട്ടെ, എന്തിനു പറയുമ്പോൾ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട് പണി എല്ലാവരും ചെയ്യുന്നതാണ്. വീട് പണിയുന്ന കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തി, അല്ലെങ്കിൽ അതിനുള്ള റിസർച്ചുകൾ നമ്മൾ ചെയ്യുന്നു, അതിനുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും നമ്മൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ പരിശ്രമവും ഡിസിപ്ലിനും നമുക്കുണ്ട്. എന്നാൽ മറുവശത്ത് ചിലപ്പോൾ അതില്ല എന്നുള്ള ഒരു കാഴ്ച. ഇതേപോലെ തന്നെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഫോർ ദ ക്രിസ്ത്യൻ ലൈഫ് എന്ന പുസ്തകത്തില് ഡൊണാൾഡ് എസ് വൈറ്റ്നി എന്ന ഗ്രന്ഥകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് തന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ നോക്കിയിട്ടും അദ്ദേഹത്തിന്റെ പാസ്റ്ററൽ ലൈഫില് മറ്റുള്ളവരെ നോക്കിയിട്ടും അദ്ദേഹം മനസ്സിലാക്കിയതായിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇല്ലാതെ ആത്മീയ പക്വതയിൽ നടക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനെയോ അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ ഒരു തരത്തില് ഗോഡ്ലിനെസ് എന്ന് പറയുന്നത് ഈ ആത്മീയ അച്ചടക്കത്തിലൂടെയാണ് കൈവരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചത്. ഇവരാരും ഈ കാര്യങ്ങളെ പറഞ്ഞ സമയത്ത് ദൈവ കൃപയെ മാറ്റി നിർത്തിയല്ല ഇവരാരും സംസാരിച്ചത് എന്ന് നമുക്ക് അറിയാം. ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ ബോധ്യത്തിന്റെ ആഴം നമ്മെ ആത്മീയ അച്ചടക്കത്തിലേക്കും അതിലൂന്നിയുള്ള അല്ലെങ്കിൽ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന പെരുമാറ്റത്തിലേക്കും പ്രവൃത്തിയിലേക്കും തീർച്ചയായിട്ടും നമ്മളെ നയിക്കും. അതിന്റെ പ്രതിഫലനം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും സമൂഹത്തിലൊക്കെ ഉണ്ടാകും എന്ന് നമുക്കറിയാം. അപ്പോൾ സഭയിലും വ്യക്തി ജീവിതത്തിലും ആത്മീയ അച്ചടക്കം വളരെ അനിവാര്യതയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യകതയും വിവിധ മേഖലകളും പ്രത്യേകതകളും മറ്റു വിശദാംശങ്ങളൊക്കെ നമുക്ക് എബ്രഹാം തോമസ് അങ്കിളിൽ നിന്ന് കേൾക്കാനായിട്ടുള്ള സമയമുണ്ട്. സെഷന്റെയും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായിരിക്കുന്ന പാട്ടും അതേ തുടർന്ന് പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ കഴിച്ച ശേഷമാണ് നാം വലിയൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആത്മീയ അച്ചടക്കം വ്യക്തിതലത്തിലും സഭാതലത്തിലും എന്നുള്ളത് വളരെ വലിയ ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. മണിക്കൂറുകൾ എടുത്തു പറയേണ്ടതുണ്ട്. ഈ ആത്മീയം എന്നാൽ എന്താണ് എന്നത് തന്നെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാലത്താണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ബോധ്യത. കാരണം ആളുകൾ ചിന്തിക്കുന്നത് ഈ ആത്മീയം എന്ന് പറഞ്ഞാൽ തീറ്റി കുടിയൊന്നുമല്ല, പാട്ടിയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ആത്മീയം. തീറ്റിയും കുടിയും ആത്മീയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞു, ആകയാലെന്ത് സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്താലും, പൗലോസ് പറഞ്ഞു, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ആത്മീയ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഡൈക്കോട്ടമി ജീവിതത്തിൽ ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും തന്റെയും സഹവിശ്വാസികളുടെയും അനുഗ്രഹത്തിന് വേണ്ടിയുമാണ്. പിന്നെ അച്ചടക്കം എന്ന വാക്കിനെ കുറിച്ചും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നതിന് സംശയമില്ല. കാരണം അച്ചടക്കം ഇല്ലാത്ത ഒരു ലോകത്ത് അച്ചടക്കത്തെ കുറിച്ച് പറയുമ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ തന്നെ പ്രയാസമാണ്. എന്നാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്.
ചില ആളുകളുടെ പെരുമാറ്റം നോക്കിയിട്ട് പറയാറുണ്ട് നല്ല അച്ചടക്കമുള്ള ഒരു മനുഷ്യനാണ്. വേറെ ചില ആളുകളുടെ പെരുമാറ്റം നോക്കിയിട്ട് പറയും യാതൊരു അച്ചടക്കവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഈ നല്ല അച്ചടക്കമുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞതായിരിക്കുന്ന വ്യക്തി മൊത്തത്തിൽ അച്ചടക്കമുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല. എല്ലാ പരീക്ഷകൾക്കും നല്ല മാർക്ക് വാങ്ങി ഒരു വിഷയത്തിന് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ഒരു കുട്ടി പഠിത്ത കാര്യങ്ങളിൽ അച്ചടക്കമുള്ളവനായിരിക്കും. പക്ഷേ മറ്റു കാര്യങ്ങളിൽ അച്ചടക്കമുള്ളവനായിരിക്കണമെന്ന് നിർബന്ധമില്ല. ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവം ഒരു മനുഷ്യന് തന്നിട്ടുള്ളതായിരിക്കുന്ന കഴിവുകള്, പ്രാപ്തികള്, സാഹചര്യങ്ങള്, സാധ്യതകള് ഇവയെ അതിന്റെ ഓപ്റ്റിമം ലെവലിൽ എത്തിക്കുന്നതാണ് വിജയം എന്ന് പറയും. ആ ഓപ്റ്റിമം ലെവലിലേക്ക് ഒരു മനുഷ്യന്റെ എല്ലാ സാധ്യതകളെയും എല്ലാ അവസരങ്ങളെയും എത്തിക്കുക എന്ന് പറയുന്നത് ഈ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ, അങ്ങനെ എത്തിക്കണമെങ്കിൽ അച്ചടക്കം വേണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പോകേണ്ട സ്ഥലങ്ങളിൽ പോകേണ്ട സമയത്ത് പോകണം. പോകരുതാത്തത് പോകാൻ പാടില്ല. പറയേണ്ടത് പറയണം, പറയരുതാത്ത പറയരുത്. നോക്കേണ്ടത് നോക്കണം, നോക്കരുതാത്ത നോക്കരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അച്ചടക്കത്തിന്റെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയതലത്തിലായാലും ഇനിയും ആത്മീയമെന്നും ഭൗതികമെന്നും ഒക്കെ തിരിക്കുന്ന ആളുകളാണ്. തിരിക്കുന്നത് തെറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ആ മേഖലകളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ആരോട് കൂട്ടുകൂടണം, ആരോട് കൂട്ടുകൂടരുത്, പണം എങ്ങനെ ചെലവാക്കണം, എങ്ങനെ ചെലവാക്കരുത്, ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങളിലാണ് ഈ അച്ചടക്കം പ്രസക്തമായിരിക്കുന്നത്. അച്ചടക്കം എന്ന മലയാള വാക്ക് അച്ചിലിട്ട് അടക്കം ചെയ്തത് എന്നൊരാശയമാണ്. ഇംഗ്ലീഷിൽ അതില്ല. ഇംഗ്ലീഷിൽ ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നത് ബന്ധപ്പെട്ട ആശയങ്ങളാണ്. ഒരാളെ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാനായിട്ട് ശീലിപ്പിക്കുമ്പോൾ അതാണല്ലോ ഡിസൈപ്പിൾഷിപ്പ്. അങ്ങനെ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാനായിട്ട് ശീലിപ്പിക്കുമ്പോഴാണ് ആൾ അച്ചടക്കമുള്ള ആളായിത്തീരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അച്ചിൽ മറ്റൊരു സാധനത്തെ ഇട്ട് അടക്കം ചെയ്താൽ ആ അച്ചിന്റെ രൂപം ആ വസ്തുവിന് ലഭിക്കുന്നതാണ്. ആ അച്ചിന്റെ ആകൃതിയും രൂപവും അടക്കം ചെയ്യപ്പെട്ടതായിരിക്കുന്ന വസ്തുവിനുണ്ടായിരിക്കും. ഏതച്ചിലാണ് നമ്മുടെ ജീവിതങ്ങളെ ഇട്ടടയ്ക്കേണ്ടത് എന്നതാണ് പ്രധാന വിഷയം എന്ന് പറയുന്നത്. അപ്പോ തെറ്റായ അച്ചിൽ ഒരാളെ ഇട്ടടക്കം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എത്ര ആഗ്രഹിച്ചാലും അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ശരിയാവില്ല. കാരണം അദ്ദേഹത്തെ ഇട്ടത് തെറ്റായിരിക്കുന്ന ഒരു അച്ചിലാണ്. അപ്പൊ ശരിയായ അച്ചിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്പിരിച്വൽ ഡിസിപ്ലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആത്മീയ അച്ചിലാണ് നമ്മളെ ഇട്ട് പ്രസ് ചെയ്തെടുക്കേണ്ടത്. ഈ ആത്മീയമായിരിക്കുന്ന അച്ച് ശരിയായതല്ലെങ്കിൽ നമ്മുടെ അച്ചടക്കം തീരെ തെറ്റിപ്പോകും. അപ്പൊ അച്ചടക്കത്തിന് അനേക മേഖലകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വ്യക്തിത്വം സംബന്ധിച്ചുള്ള അച്ചടക്കമുണ്ട്. നമ്മുടെ ജന്മപ്രകൃതങ്ങൾ സംബന്ധിച്ചുള്ള അച്ചടക്കമുണ്ട്. പെരുമാറ്റം സംബന്ധിച്ചുള്ള അച്ചടക്കമുണ്ട്. സാമ്പത്തിക മൂല്യങ്ങൾ സംബന്ധിച്ചുള്ള അച്ചടക്കമുണ്ട്. ലോകവീക്ഷണം സംബന്ധിച്ച അച്ചടക്കമുണ്ട്. സമയത്തിന്റെ ഉപയോഗം സംബന്ധിച്ച അച്ചടക്കമുണ്ട്. നമ്മുടെ ആഹാരപാനീയങ്ങൾ ഉപയോഗിക്കുന്ന സംബന്ധിച്ചുള്ള അച്ചടക്കമുണ്ട്. പഠനം സംബന്ധിച്ച്, ഉറക്കം സംബന്ധിച്ച്, സംസാരം സംബന്ധിച്ച്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അച്ചടക്കം ആവശ്യമാണ്. ഇതെല്ലാം ആത്മീയമായ മേഖലകൾ തന്നെയാണ്. നല്ലവരാകണം, മെച്ചമാകണം, വിജയിക്കണം എന്നൊക്കെ ആഗ്രഹമാണല്ലോ എല്ലാവർക്കും ഉള്ളത്. എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു അഡ്വാൻസ്മെന്റ് ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ ആ മേഖലയിലുള്ള അച്ചടക്കങ്ങളാണ് നമുക്ക് വേണ്ടത്. ശരീരം സംബന്ധിച്ചുള്ള അച്ചടക്കമുണ്ട്, മനസ്സിന്റെ അച്ചടക്കമുണ്ട്, ആത്മീയ കാര്യങ്ങളിലെ അച്ചടക്കമുണ്ട്, സാമ്പത്തിക കാര്യങ്ങളിലെ അച്ചടക്കമുണ്ട്, ബുദ്ധിപരമായ കാര്യങ്ങളിൽ അച്ചടക്കമുണ്ട്, ധാർമ്മിക മൂല്യങ്ങളിൽ അച്ചടക്കമുണ്ട്, തൊഴിൽ സംബന്ധമായ അച്ചടക്കമുണ്ട്, കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലുള്ള അച്ചടക്കമുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സംബന്ധിച്ച അച്ചടക്കമുണ്ട്, നമ്മുടെ പൗരധർമ്മം സംബന്ധിച്ച അച്ചടക്കമുണ്ട്. ഇങ്ങനെ പറയാൻ ഒരുപാട് മേഖലകളുണ്ട്. ഈ മേഖലകളിലെല്ലാം നമുക്ക് അച്ചടക്കം വേണം. ഈ മേഖലകളിലെല്ലാം ഞാൻ ആത്മീയ മേഖലകൾ തന്നെയാണ് പറയുന്നത്.
കാരണം ഇവിടെ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ നമ്മുടെ ആത്മീയതയ്ക്ക് നഷ്ടം വരും. ഭാര്യയുമായുള്ള എന്റെ ബന്ധം തെറ്റിപ്പോയാൽ, മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഞാൻ തെറ്റിപ്പോയാൽ, എന്റെ പൗരധർമ്മത്തിൽ ഞാൻ തെറ്റിപ്പോയാൽ എന്നെ ആരും ഒരു ആത്മീകനായിട്ട് അംഗീകരിക്കുകയില്ല. കാരണം ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു എന്നാണ്. സകലത്തെയും എല്ലാ വിഷയങ്ങളെയും വിവേചിച്ച് നന്മ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നവനാണ് ഒരാത്മീകനായ മനുഷ്യൻ. ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ ജഡ്ജ് ചെയ്യാൻ ആർക്കും അവസരം കിട്ടുന്നില്ല. കാരണം അവന്റെ പ്രവൃത്തികളെല്ലാം ശരിയാണ്, സംസാരം ശരിയാണ്, ചിന്തകൾ ശരിയാണ്, പോക്കുവരവ് ശരിയാണ്, തീറ്റുകൂടി ശരിയാണ്, കുടുംബജീവിതം ശരിയാണ്. അപ്പൊ പിന്നെ അവനെ വിവേചിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് അവസരങ്ങൾ ഇല്ലാതിന്റെ ആവശ്യവുമില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് കാര്യങ്ങളെ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. ശരീരം കൊണ്ട് ചെയ്താലും, മനസ്സുകൊണ്ട് ചെയ്താലും, ആത്മാവ് കൊണ്ട് ചെയ്താലും, ബുദ്ധി കൊണ്ട് ചെയ്താലും, വികാരം കൊണ്ട് ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെങ്കിൽ ചെയ്യേണ്ടതുപോലെ ചെയ്തെങ്കിലല്ലേ സാധിക്കും. അപ്പോ ക്രിയാത്മകമായി ചെയ്യേണ്ടതിനെ നിഷേധാത്മകമായോ മറിച്ചോ ചെയ്താൽ അത് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ അസ്തിത്വത്തെയും തന്നെ ബാധിക്കും. ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധമുള്ളവയാണ്. ശരീരത്തെ ബാധിക്കാത്ത ആത്മീയ കാര്യങ്ങളില്ല, ആത്മാവിനെ ബാധിക്കാത്ത ശാരീരിക കാര്യങ്ങളുമില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം നാം ചിന്തിക്കുന്നതും നാം പറയുന്നതും നാം ചെയ്യുന്നതും ഒക്കെ അഫക്റ്റ് ആകും. ഒരാഴ്ച ഉറങ്ങിയില്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ട് നമ്മൾ മാറും. പാട്ടും കാണുകയില്ല, പ്രാർത്ഥനയും കാണുകയില്ല, വായനയും കാണുകയില്ല, മറ്റുള്ളവരോട് സ്നേഹമായിട്ട് ഇടപെടാനും കാണുകയില്ല, വളരെ ഇറിറ്റബിൾ ആയിരിക്കും. ആക്കൂട്ട് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്തോ കാരണത്താൽ ഒരാഴ്ച ഉറങ്ങാൻ സാധിച്ചില്ല, കിടന്നാൽ ഉറക്കം വരില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയും മറ്റേ മേഖലയുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധം പുലർത്തുന്നതാണ്. ജീവിതത്തെ ഒരു ട്രെയിൻ പോലെ നമ്മൾ കണ്ടാൽ അതിന് എഞ്ചിനുണ്ട്, അതിന് 20 25 ബോഗികളുണ്ട്. ഈ ബോഗികളെല്ലാം എഞ്ചിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ബോഗി അടുത്ത ബോഗിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിന് ചില ക്രമീകരണമുണ്ട്, ഹൂക്കും ബോൾട്ടും ഒക്കെ ഉണ്ട്. ഈ ബോഗികളെ എല്ലാം ഹൂക്കും ബോൾട്ടും എടുത്ത് കമ്പാർട്ട്മെന്റലൈസ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ഇല്ല. നമുക്ക് എഞ്ചിനുണ്ട്, ബോഗിയുണ്ട്, പക്ഷെ ട്രെയിൻ ഇല്ല. പലപ്പോഴും നമ്മൾ ഈ ആത്മീയതയുടെ പേരിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യാതെ we need to see the whole as a unit. ആത്മീയ അച്ചടക്കത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയും. എന്താണ് ഈ ആത്മീയ അച്ചടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് ആത്മീയ അച്ചടക്കമുണ്ട്, പക്ഷെ മറ്റൊരു ജീവിതത്തിൽ ശാരീരിക അച്ചടക്കമില്ല, ബൗദ്ധിക അച്ചടക്കമില്ല, വൈകാരിക അച്ചടക്കമില്ല എന്ന് പറയാൻ ഒക്കുമോ? ജീവിതത്തിന്റെ എല്ലാ വ്യക്തിത്വത്തിന്റെ മേഖലകളിലും, ടെമ്പറമെന്റിന്റെ മേഖലകളിലും, ലോകവീക്ഷണത്തിന്റെ മേഖലകളിലും, അന്തർവ്യക്തി ബന്ധത്തിന്റെ മേഖലകളിലും യാതൊരു ആത്മാവിന്റെ സാധിക്കില്ല. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ഭൗതികവും അഭൗതികവുമായ 2 വശങ്ങളാണ് നൽകിയത്. അഭൗതിക വശത്തിൽ തന്നെ ദേഹിക ആത്മാവ് എന്ന 2 ഭാഗങ്ങൾ നൽകി. അവ രണ്ടും അവിഭാജ്യമായ നിലയിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മുടെ പഠനത്തിന്റെ സൗകര്യത്തിനു വേണ്ടി ചിലപ്പോൾ നാം ഇതിനെയൊക്കെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് ചിന്തിക്കേണ്ടത് ആവശ്യമായി വരും. മനുഷ്യന്റെ ആത്മാവിനെ പറ്റി നാം പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളതും ചിന്തിക്കുന്നതും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗമെന്നാണ്. എന്നാൽ നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും ആത്മാവ് പോലെ തന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രസക്തമാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്ന് വാക്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നത് പൂർണ്ണ ആത്മാവോടുകൂടെ മാത്രമല്ല, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. മനസ്സിന്റെ കപ്പാസിറ്റിയും ശരീരത്തിന്റെ ശക്തിയും സാമ്പത്തികവും എല്ലാം നമ്മുടെ ശക്തിയും സ്രോതസ്സുകളായി നാം കണക്കാക്കുന്നതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഉപയോഗിക്കണമെന്നാണ്. നാം സാധാരണ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മുടെ ശക്തിയെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ ദൈവം പറഞ്ഞ അങ്ങനെയാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക എന്നതായിരിക്കുന്ന ക്രിയ സഫലമായി തീരണമെങ്കിൽ നമ്മുടെ ശക്തിയുടെ കേന്ദ്രങ്ങൾ അച്ചടക്കമുള്ളതായിരിക്കണം. നമ്മുടെ ആത്മാവിന്റെ സാധ്യതകളെല്ലാം അച്ചടക്കമുള്ളതായിരിക്കണം. നമ്മുടെ മനസ്സ് അത് അച്ചടക്കമുള്ളതായിരിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ദേഹിയും എല്ലാം നിങ്ങൾ അച്ചടക്കമുള്ളവരായിരിക്കണമെന്നാണ്. മനുഷ്യന്റെ ആത്മാവ്
ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രസക്തമാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ ഞാന് പറഞ്ഞതുപോലെ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. ആത്മാവ് കൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, മനസ്സുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി കൊണ്ട് ഞാൻ ആരാധിക്കുമെന്ന് പൗലോസ് പറഞ്ഞു. ആത്മാവ് കൊണ്ടും ആരാധിക്കും, ബുദ്ധി കൊണ്ടും ആരാധിക്കും. ശരീരങ്ങളെ ദൈവത്തിന് സ്വീകാര്യമായി യാഗമായി അർപ്പിക്കണം. അതിൽ നമ്മുടെ ഈ ഭൗതിക ബോഡി മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ആത്മാവ് കൊണ്ട് മാത്രം നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ അതേസമയം തന്നെ പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. 1 കൊരിന്ത്യർ 14:15 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും തന്നെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ശരീരം ക്ഷീണിച്ച് രോഗം പിടിച്ച് ബലഹീനമായിരിക്കുമ്പോഴും ആത്മാവുള്ള ശക്തിയും ആരോഗ്യമുള്ളതായിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല. ശരീരത്തിന് രോഗം വന്നാൽ ആത്മാവും തളരും. അപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ജഡത്തിൻ്റെതായ തലവും ആത്മാവിന്റെ തലവും ഒക്കെ ഉണ്ടെങ്കിലും ഇവയൊക്കെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആത്മീയമായ അച്ചടക്കത്തിൽ നമുക്ക് ഇതിനെ ഒന്നിനെ ഒഴിവാക്കുവാനായിട്ട് സാധ്യം. 1 കൊരിന്ത്യർ 2:15 പറഞ്ഞു, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. സകലത്തെയും എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെയും, മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെയും, ബുദ്ധി കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെയും, ആത്മാവ് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെയും ശരിയോ തെറ്റോ എന്ന് വിവേചിക്കുവാൻ തക്കവണ്ണം ഒരു ആത്മീകന് കഴിയും. അതൊരു ആത്മീകന് മാത്രം കഴിയുന്നതാണ്. ആത്മാവിന്റെ വിവേചനശേഷി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ വിധി പറയുവാനായിട്ട് കഴിയൂ. പക്ഷെ അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെ എനിക്ക് ഈ ആത്മീകമായ ശേഷി കൈവരിക്കുവാനായിട്ട് കഴിയും? അവിടെയാണ് നമ്മുടെ അച്ചടക്കത്തിന്റെ പ്രാധാന്യം വരുന്നത്. ആത്മാവിന്റെ തലത്തിൽ തന്നെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നമുക്കുണ്ട്. വെട്ടിമുറിച്ച് മാറ്റാവുന്ന ഭാഗങ്ങളല്ല അവയൊന്നും. പ്രവർത്തന സംബന്ധമായി പ്രസക്തമായ ഭാഗങ്ങളാണ്. പറഞ്ഞതുപോലെ ആത്മാവ് കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു. ഇക്കാരണത്താൽ ആരാധന സംബന്ധമായ അച്ചടക്കം നമുക്ക് വളരെ പ്രധാനമാണ്. ആത്മാവ് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്തുതിക്കൽ സംബന്ധമായ അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ആത്മാവ് കൊണ്ട് നാം കാര്യങ്ങളെ വിവേചിക്കുന്നു എങ്കിൽ വിവേചനം സംബന്ധിച്ചുള്ള അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ആത്മാവിന്റെ തലത്തിലാണ് മനസാക്ഷി പ്രധാനമായി പ്രവർത്തിക്കുന്നത് എങ്കിൽ മനസാക്ഷി സംബന്ധമായ അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും നാം പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമെങ്കിൽ അത് സംബന്ധമായ അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ആത്മാവിന്റെ തലത്തിലാണ് ദൈവിക വിഷയങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുന്നത്. ഇക്കാരണത്താൽ ശരിയായ നിലയിൽ ചിന്തിക്കുവാനുള്ള അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. റോമാലേഖനം 8-ാം വാക്യത്തിൽ ആത്മാവിലുള്ള ഞരക്കത്തെ കുറിച്ചും പക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞരങ്ങുന്നതിനും പക്ഷപാതം ചെയ്യുന്നതിനുമുള്ള അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ആത്മാവിന്റെ തലത്തിലുള്ള അച്ചടക്കം വളരെ വിശാലമായ ഒന്നാണ്. ആത്മാവിന്റെ അച്ചടക്കം ആവശ്യമായ ചില മേഖലകൾ ഞാൻ ഇന്ന് എടുത്തു പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. 7 മേഖലകൾ. അത് പറയാനുള്ള സമയമുള്ളൂ. അപ്പൊ ഈ 7 മേഖലകളിൽ അച്ചടക്കം ഉണ്ടാകണം. എങ്ങനെ ഉണ്ടാകണം എന്ന് പറയുവാനുള്ള സമയമില്ല. ഒന്നാമത് ദൈവവുമായി സമയം ചെലവഴിക്കുന്നതിനുള്ള അച്ചടക്കമാണ്. ഡിസിപ്ലിൻ ടു സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. നാം എത്രയധികം സമയമാണ് നമ്മുടെ സ്നേഹിതന്മാരുമായി സംസാരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഭാര്യയും ഭർത്താവുമായി സംസാരിക്കുവാൻ എത്രയധികം സമയം നാം ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ ദൗത്യ നിർവഹണത്തോടുള്ള ബന്ധത്തിൽ എത്ര സമയം നാം മറ്റുള്ളവരുമായി സംസാരിക്കാറുണ്ട്? എന്നാൽ നമ്മുടെ സർവസ്വവുമായ ദൈവത്തോട് നാം സംസാരിക്കുവാൻ എത്ര സമയം ഒരു ദിവസം എടുക്കും? ദൈവത്തോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായി വരുന്നത്. ഒന്ന് പ്രാർത്ഥന, അപ്പോഴാണ് നാം ദൈവത്തോട് സംസാരിക്കുന്നത്. മറ്റേത് വചനവായന, അപ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. 2 ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത് 2-way എക്സ്പ്രഷൻ ആണല്ലോ. ഞാൻ ദൈവത്തോട് കാര്യങ്ങൾ പറയുന്നു, ദൈവം എന്നോട് കാര്യങ്ങൾ പറയുന്നു. അപ്പൊ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവവുമായി സമയം ചെലവഴിക്കുന്നതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ആത്മീയ അച്ചടക്കത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. എന്നാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ വിശ്വസ്തമായി ആത്മീയ അച്ചടക്കം ഉണ്ടെന്ന് പറയുന്നവരായ ആളുകൾ പോലും 1/2 മണിക്കൂറോ 1 മണിക്കൂർ അങ്ങേയറ്റം വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ദിവസം ഉപയോഗിച്ചു എന്ന് വരാം. അത് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അവരുടെ ശതമാനം വളരെ കുറവാണ്. വളരെ വളരെ കുറവാണ്. ന്യായമായിട്ടൊരു 4-5 മണിക്കൂറെങ്കിലും ഒരു ദിവസം ദൈവവുമായി സംസാരിക്കുവാൻ സമയം എടുക്കണ്ടേ? ആളുകൾ പറയും അതിന് സമയം എവിടെയാണ്? 24 മണിക്കൂറുള്ള ദിവസത്തിന്റെ 8 മണിക്കൂർ ജോലിക്ക് പോയാൽ
അല്ലെ യാത്ര ഉൾപ്പെടെ 9 മണിക്കൂർ ജോലിക്ക് പോയാൽ പിന്നെ ഒരു 15 മണിക്കൂറില്ലേ? അതിനൊരു ആരോഗ്യമുള്ള മനുഷ്യൻ 6 മണിക്കൂർ ഉറങ്ങണം. അപ്പോ 6 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ 9 മണിക്കൂറില്ലേ? അതിൽ ഭാര്യയുമായും മക്കളുമായും സംസാരിക്കാൻ 2 മണിക്കൂർ പോയാൽ പിന്നെ ഒരു 7 മണിക്കൂറില്ലേ? വീട്ടുകാര്യങ്ങൾക്കൊക്കെ ഒരു 2 മണിക്കൂർ എടുത്തോ, പിന്നെ ഒരു 5 മണിക്കൂറില്ല. അത് ദൈവമായി സംസാരിക്കാൻ ഉപയോഗിക്കരുതോ? എന്തിനാ ഇത് അരമണിക്കൂറോ 1 മണിക്കൂറോ ആക്കുന്നത്? അത് അച്ചടക്കമില്ലായ്മയാണ് അതിന്റെ കാരണം. ഒന്നുകിൽ നാം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ തന്നെ അത് ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം നമ്മുടെ ഭാഗത്തില്ല. നാം ഈ സങ്കീർത്തന പുസ്തകങ്ങളും ഒക്കെ വായിക്കുമ്പോ ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ എന്തോ ഒരു സമയമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയത്. ഓരോ യാമത്തിലും ദാവീദ് പ്രാർത്ഥിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. 6 മണിക്കും 9 മണിക്കും 12 മണിക്കും 3 മണിക്കും പിന്നെ 6 മണിക്കും 9 മണിക്കും, അങ്ങനെ 6-7 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. ഉറക്കത്തെ പറ്റി പറയുമ്പോൾ യാമം തോറും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ്. അപ്പൊ അവർക്കൊക്കെ അത് കഴിയും, നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഒരു രാജ്യത്തിന്റെ ഭരണം നടത്തുകയും യുദ്ധങ്ങൾ അനേകം ചെയ്യുകയും ചെയ്തതായിരിക്കുന്ന ദാവീദിനത് കഴിയുമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ടത് കഴിയുന്നില്ല? ദാവീദ് മാത്രമല്ല, ഭക്തന്മാരൊക്കെ എങ്ങനെ ചെയ്തു? ദാനിയേലിനെ സംബന്ധിച്ച് എന്തോ ഒരു ബിസിയായ മനുഷ്യനാണ്. 127 സംസ്ഥാനങ്ങൾ അടങ്ങുന്നതായിരിക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യന് ദിവസം 3 ദിവസമെങ്കിലും സമയം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ അത് തന്റെ അച്ചടക്കത്തെയാണ് കാണിക്കുന്നത്. രാജാവിന്റെ സേവനത്തിലായിരുന്നിട്ട് നെഹമ്യാവിന് യെരുശലേമിന്റെ ഇടിഞ്ഞ മതിലുകളെ കുറിച്ച് കേട്ടപ്പോ ചില ദിവസങ്ങൾ തന്നെ അവധിയെടുത്ത് ഇരുന്ന് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ അതൊക്കെ അവരുടെ അച്ചടക്കത്തിന്റെ ഭാഗങ്ങളാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ധ്യാനിക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനത്തിലൂടെ ദൈവത്തെ കാണുക, പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയെന്നാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും ഹൃദയങ്ങളിൽ പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പാട്ടുകൾ ദിവസം പാടും ഹൃദയത്തിൽ ദൈവത്തിന്? സങ്കീർത്തനങ്ങളിൽ എപ്പോഴും ഒരു പുതിയ പാട്ട് പാടുകയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താ ഇവര് പുതിയ പാട്ട് പാടാനായിട്ട് പറയുന്നത്? ദാവീദ് പുതിയ പാട്ടുകൾ എഴുതുന്നയാളാണ്. എല്ലാവരും അങ്ങനെ എഴുതിയിരുന്നു. ഹൃദയങ്ങളിൽ പാടാൻ പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവരുടെ പാട്ടായിരിക്കില്ല, സ്വന്തം പാട്ടായിരിക്കും പാടുന്നത് ഞാൻ വിചാരിക്കുന്നു. ഓപ്പണായിട്ട് പാടുമ്പോഴല്ലേ നമ്മുടെ പാട്ടിന്റെ ട്യൂണും സ്വരവും രാഗവും ഒക്കെ ശരിയാകേണ്ടത്. ഹൃദയത്തിൽ ദൈവത്തിന് പാടുമ്പോ എങ്ങനെ പാടിയാൽ എന്താ? ദൈവം ആശയമല്ലേ നോക്കുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം ഓർത്തുകൊള്ളിരുന്ന് 46 സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവസന്നിധിയിൽ അങ്ങനെ മിണ്ടാതിരുന്ന് താൻ ദൈവമാണെന്ന് അംഗീകരിക്കുന്ന നിമിഷങ്ങളുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിന്റെ സർവജ്ഞാനത്തെക്കുറിച്ചും സർവശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ മാറ്റമില്ലായ്മയെക്കുറിച്ചും ദൈവത്തിന്റെ അഭേദ്യ ഗുണങ്ങളെക്കുറിച്ചും താൻ ഒരിക്കലും ഉളവാകാതെ എന്നും ഇരിക്കുന്നവനാണെന്നും അകാരണകാരനാണെന്നും സർവകാര്യകാരനാണെന്നും ദൈവത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോ എന്തോ ഒരു മനോഹരമായ നാം നമ്മുടെ ഭൗതികമായ തലത്തിൽ നിന്നും വേറെ ഒരു തലത്തിലേക്ക് ഉയർന്നു പോകും. പഴയ നിയമത്തിലെ ഹന്നയെ പോലെ ദൈവസന്നിധിയിൽ ഹൃദയം പകരുവാൻ കഴിയേണ്ടതാണ്. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് മക്കളിൽ ഒരു കുഞ്ഞിനെ തരണമേ എന്ന്. അതൊരു പ്രാർത്ഥനയാണ്. ഹന്ന അവിടെ നിന്ന് ദൈവസന്നിധി ഹൃദയം പകർന്നു. ഒരുപക്ഷെ അനേക സമയങ്ങൾ മണിക്കൂറുകൾ അവളെ വിട്ടിരുന്ന് കാണും. എനിക്ക് സംശയം തോന്നി ഇവള് കുടിച്ചു പൂസായിരിക്കുകയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, വചനം വായിക്കുവാൻ, വചനത്തിലൂടെ കർത്താവിനെ കാണുവാൻ ഒക്കെയുള്ള ഒരു അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന തന്റെ വചനത്തിലൂടെയാണ്. മോശ 40 രാവും 40 പകലും സീനായി പർവ്വതത്തിൽ ദൈവത്തോട് സംസാരിച്ചെങ്കിൽ നമുക്കിന്ന് 40 പകലും 40 രാവും സംസാരിക്കുന്ന ദൈവം വചനം വായിക്കുമ്പോഴാണ്, വചനത്തിലൂടെ. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ദൈവമേ എന്റെ കണ്ണുകളെ തുറക്കണമേ, നിന്റെ സത്യങ്ങളിലേക്ക് മനസ്സിലാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ഇന്നും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായ ആളുകളുണ്ട്. ഭക്തന്മാർ ഇന്നും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന ആത്മീയ അച്ചടക്കത്തിന്റെ അതിപ്രധാനമായ മറ്റൊരു ഭാഗമാണല്ലോ അത്. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ദൈവം സർവശക്തനും നല്ലവനും പ്രാർത്ഥന കേൾക്കുന്നവനുമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ നന്ദിയും നമ്മുടെ സ്തുതിയും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തോട് പറയുന്നതാണല്ലോ പ്രാർത്ഥന. പ്രയർ ഈസ് ആസ്കിങ് ആൻഡ് റിസീവിങ്. നമുക്ക് പറയാനുള്ളത് ആവശ്യമുള്ള ദൈവത്തോട് പറയുന്നു, ദൈവം തരുന്നു. മക്കൾ അപ്പം ചോദിക്കുന്നു, അപ്പം കൊടുക്കുന്നു. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ വളരെ ലളിതമായിരിക്കുന്ന സത്യം മനസ്സിലാക്കിയിട്ടുള്ള ഭക്തന്മാരാണ് പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത്.
ക്രമമായും ചന്തമായും സത്യസന്ധമായും ചെയ്യുവാൻ വളരെയേറെ അച്ചടക്കം ആവശ്യമാണ്. പല ആളുകളും പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോകാറുണ്ട്. നമ്മളാരും പ്രധാനപ്പെട്ട ഏതെങ്കിലും മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഉറങ്ങാറില്ല. പോലീസ് സ്റ്റേഷൻ നിങ്ങളെ വിളിച്ചാൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോവില്ല. കോടതിയിൽ നിങ്ങൾ വിളിച്ചാൽ ഉറങ്ങിപ്പോവില്ല. ഒരു പരീക്ഷ കൂടി നിങ്ങൾ ഉറങ്ങിപ്പോവില്ല. സ്വർഗത്തിലെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്താ ഉറങ്ങിപ്പോകുന്നത്? മണിക്കൂറുകൾ ടെലിവിഷൻ കണ്ടാൽ ഉറങ്ങിപ്പോവില്ല. രസകരമായ നോവൽ വായിച്ചാൽ ഉറങ്ങിപ്പോവില്ല. ബൈബിൾ വായിച്ചാൽ ഉറങ്ങിപ്പോവും. പ്രാർത്ഥിച്ചാൽ ഉറങ്ങിപ്പോവും. എന്തോ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് നമുക്ക്. സത്യസന്ധമായി പ്രാർത്ഥിക്കുവാനായിട്ട് നാം പഠിക്കണം. കർത്താവിന്റെ ശിഷ്യന്മാർ പോലും 10-30 വയസ്സുള്ളവരാണ്. അവർ വന്ന് പറഞ്ഞു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യോഹന്നാന്റെ ശിഷ്യന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ അവരുടെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് അവരെ വഴക്ക് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മോഡൽ പ്രയർ കൊടുത്തു. ഇത്ര കാലമായിട്ട് ആരെങ്കിലും നമ്മോട് വന്ന് ചോദിച്ചിട്ടുണ്ടോ, ബ്രദറെ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ? രക്ഷിക്കപ്പെട്ടു വരുന്നതായിരിക്കുന്ന വിശ്വാസികൾ നമുക്കൊക്കെ ഉണ്ട്. നമ്മളെ ഒരു സ്ഥാനത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കും, പക്ഷെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ആദ്യം അവസാനമായിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലി കൊടുക്കും. കർത്താവെ പാപിയായതിനോട് കരുണ തോന്നും, എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ. അപ്പൊ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കരുത്, ഈ വിഷയങ്ങളിൽ നമുക്ക് അച്ചടക്കം ആവശ്യമാണ്. ഡിസിപ്ലിൻ ആവശ്യമാണ്. ഡിസിപ്ലിൻ കൂടാതെ, അച്ചടക്കം കൂടാതെ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ ആർക്ക് കഴിയും? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അവർക്ക് ഡിസിപ്ലിൻ ഇല്ല, അതുകൊണ്ട് അവർ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യും. യാക്കോബ് പറഞ്ഞു, ഞങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു. അച്ചടക്കമില്ലാതെ ആളുകൾ വല്ലാതെ യാചിക്കും, അതുകൊണ്ട് കിട്ടുകയില്ല. പൗലോസ് പറഞ്ഞു, പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ട വേണ്ടത്. ഫിലിപ്പിലേഖനത്തിൽ പറഞ്ഞു 4:6. സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണമെന്ന് യാക്കോബ് പറഞ്ഞു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതായത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ പോകുന്ന വിഷയം ദൈവം എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന വിഷയമാണോ എന്ന് നിശ്ചയപ്പെടുത്തിയിട്ട് വേണം ചോദിക്കാൻ. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് അച്ചടക്കം വേണം. അല്ലാതെ വെറുതെ പ്രാർത്ഥന യോഗത്തിനാ പ്രത്യേകിച്ചും പ്രാർത്ഥിച്ചാട്ടെന്ന് പറയും. പ്രത്യേകിച്ചും പ്രാർത്ഥിക്കാനുള്ള ആത്മാവരൊന്നുമല്ല, വേറെ എന്തോ വീട്ടിലെ റബ്ബർ വെട്ടിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞു, അപ്പൊ ഒരു പ്രാർത്ഥനയെങ്കിലും കിട്ടും. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാനല്ല ദൈവമായിട്ടിരിക്കുന്നത്. തന്നോട് രാപ്പകൽ കരയുന്നതിന്റെ മക്കൾക്ക് തന്നെ ഉത്തരം കൊടുക്കാൻ കിടക്കുമ്പോഴാണ് പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നാം എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന്റെ ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് കഴിയൂ. ദൈവത്തിന്റെ ഒരു ലൈൻ ഓഫ് തിങ്കിങ്ങും നമ്മുടെ ലൈൻ ഓഫ് തിങ്കിങ്ങും പാരൽ, അത് തമ്മിൽ യോജിക്കണം. അത് പാരലായിട്ട് അത് തമ്മിൽ എന്താ പറയുന്ന ഷാഡോ ഇല്ലാതെ അത് യോജിക്കണം. അപ്പോഴാണ് പ്രാർത്ഥന ശരിയാകുന്നത്. വളരെ അച്ചടക്കം ആവശ്യമുള്ള മേഖലയാണ് പ്രാർത്ഥന. ഇന്നത്തെ വിശ്വാസികളെ ഏറ്റവും പരാജയപ്പെട്ടിട്ടുള്ള മേഖല ഇത് തന്നെയാണെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ജോർജ് മുള്ളറെ പോലെയും CS പ്രജനെ പോലെയും ഹഡ്സൺ ടെല്ലറെ പോലെയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചവരാണ്. എന്തുകൊണ്ട് ഇന്ന് ജോർജ് മുള്ളർമാരില്ല? നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പരിശീലനം ആർക്കും കൊടുക്കാറില്ല. പ്രസംഗിക്കുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കും, പക്ഷെ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്ന് ആരും പഠിപ്പിക്കാറില്ല. കർത്താവിന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രസംഗിക്കാൻ പഠിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. പരീക്ഷന്മാര് പ്രസംഗിക്കാൻ പഠിപ്പിച്ചോ എന്നറിയില്ല, പക്ഷെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. വചനധ്യാനവും പഠനവും ആത്മീയ അച്ചടക്കത്തിന്റെ അതിപ്രധാനമായ വശങ്ങളാണ്. പഴയ നിയമത്തിലെ എസ്രാ എന്ന ഭക്തൻ വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വളരെയേറെ അച്ചടക്കം ഉള്ള ആളായിരുന്നു എന്ന് എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം. ഇസ്രായേലിന്റെ 10 നമുക്ക് എല്ലാവർക്കും അറിയാം. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചു. എത്ര വലിയ അച്ചടക്കമാണ്! മുഴുവൻ ബൈബിളും പരിശോധിച്ചിട്ട് അതനുസരിക്കാനും അത് പഠിപ്പിക്കാനും ഉള്ളതായിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്. 119 സങ്കീർത്തനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിന്റെ വിശുദ്ധിയും വിജയവും വളർച്ചയും പുരോഗതിയും എല്ലാം ദൈവവചനം പഠിക്കുന്നത് വഴിയും അനുസരിക്കുന്ന വഴിയുമാണെന്നാണ്. ബാലൻ തന്നെ നടപ്പിനെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, ഹൃദയത്തെ എങ്ങനെയാണ് പാപം ചെയ്യാതെ സൂക്ഷിക്കേണ്ടത്, നമ്മുടെ അധ്യാപകരെക്കാളും ഗുരുക്കന്മാരെക്കാളും നമ്മളെക്കാൾ പ്രായമേറിയവരെക്കാളും എങ്ങനെയാണ് വിവേകമുള്ളവരായി തീരുന്നത് ഒക്കെ 119 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കനാനിലെ യുദ്ധങ്ങൾ നടത്തിയത് ആ യുദ്ധത്തിന്റെ ക്യാപ്റ്റനാണ് യോശുവ. 31 നാട്ടുരാജാക്കന്മാരുടെ യുദ്ധം ചെയ്ത് ദീർഘകാലം ആ മനുഷ്യനോട് ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? നീ എന്റെ ന്യായപ്രമാണം ധ്യാനിക്കണം, ഇടത്തോട്ട് വലത്തോട്ട് മാറാൻ പാടില്ല. നീ യുദ്ധം നടത്തുന്ന ക്യാപ്റ്റനായിരിക്കും, അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ നോക്കുന്ന നീ വചനം ധ്യാനിക്കുന്നു എന്നാണ്. നമ്മുടെ പിള്ളേരാദ്യ പരീക്ഷ വന്നാൽ പിന്നെ പരീക്ഷ എടുത്താൽ പിന്നെ വചനം വായനയില്ല, പ്രാർത്ഥനയില്ല.
അപ്പൊ യുദ്ധക്കളത്തിൽ നിരന്തരം ശാരീരികമായും മാനസികമായും വ്യാപകനായിരിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും സമയം കണ്ടെത്തിയിരിക്കണം. അങ്ങനെ ഒരു മനുഷ്യന്റെ മാതൃക കൊണ്ടാണ് തനിക്ക് ധൈര്യമായി തന്റെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും തന്റെ വീട്ടിലെ ജോലിക്കാരും അടിമകളും എല്ലാമായി വലിയൊരു ജനസമൂഹത്തോടു കൂടി നിന്നുകൊണ്ട് ഞാനും എന്റെ ഈ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് എനിക്ക് പറയുവാനിടയായി. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറഞ്ഞു, 2 തിമോഥെയോസ് 2:15, നീ ലജ്ജിക്കുവാൻ വകയില്ലാത്ത ദാസനായി വേലക്കാരനായിരിക്കേണ്ടെന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായി പഠിച്ച് വിഭജിച്ച് മനുഷ്യർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ അച്ചടക്കത്തിന്റെ അതിപ്രധാനമായ ഒരു മേഖലയാണ്. ഞാൻ ആ ഒരു കാര്യം പറഞ്ഞെടുത്ത് ഞാൻ വിചാരിക്കുന്നു, ഈ ഒരു മേഖലയിൽ നമ്മുടെ വിശ്വാസികൾ വിജയിച്ചാൽ അവർ വിജയിക്കും. കാരണം ദൈവവചനം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ദൈവഹിതം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യങ്ങൾ അവർക്ക് നേടുവാനായിട്ട് കഴിയും. ഈ 2 വിഷയങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ മറ്റേത് വിഷയത്തിൽ വിജയിച്ചാലും കാര്യമില്ല, പരാജയപ്പെട്ടു തന്നെ കിടക്കും. പരീക്ഷാ ഹോളിൽ കയറി പേരെഴുതാൻ മറന്നുപോയിട്ട് ആൻസർ ബുക്ക് കൊടുക്കുന്നതിനെ പോലെ ഹോൾ നമ്പർ ഇടാൻ മറന്നുപോയി, ഹോൾ നമ്പർ എഴുതിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുന്നത്? ദൈവവുമായി സമയം ചെലവഴിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കുഞ്ഞിന് തന്റെ അമ്മയുടെയും അപ്പന്റെയും കൂടെ സമയം ചെലവഴിക്കുന്നത് എത്ര പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ ഏറെ പ്രാധാന്യമാണ് ഒരു ദൈവവൈതലിന് ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ അച്ചടക്കം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകളെ നാം അങ്ങനെ തന്നെ പഠിപ്പിക്കണം, അത് ചോദിക്കണം, അവരെ കൂടെ ഇരുത്തി പ്രാർത്ഥിക്കണം, അവരുമായിട്ട് ഒത്തുചേർന്ന് വചനം വായിച്ച് ധ്യാനിക്കണം, വചനം വായിച്ച് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് അവരെ കാണിച്ചു കൊടുക്കണം. ആളുകൾക്ക് ആവശ്യമായത് പ്രസംഗിക്കുന്ന എങ്ങനെയാണെന്ന് ആദ്യം കേൾക്കുകയല്ല, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് കേട്ടാൽ മതി. ഒരുപക്ഷെ നാവിക്കാര്യത്തിൽ, നിങ്ങളെന്നല്ല പറയുന്നത്, നാവിക്കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകണം. ആത്മീയ അച്ചടക്കം ആവശ്യമായ 2ാമത്തെ മേഖല ശുദ്ധമായ മനസാക്ഷിയാണ്. ശുദ്ധമായ മനസാക്ഷിക്ക് വേണ്ടിയുള്ള അച്ചടക്കം, ഡിസിപ്ലിൻ ഫോർ എ ക്ലീൻ കോൺഷ്യൻസ്. ദൈവസന്നിധിയിൽ ഒരു വിശ്വാസിക്ക് സ്വീകാര്യത ലഭിക്കണമെങ്കിൽ അവന്റെ മനസാക്ഷി ശുദ്ധമായിരിക്കണം. ചിന്തയിലും പ്രവൃത്തിയിലും ആഗ്രഹത്തിലും ആസൂത്രണത്തിലും നാം വിശുദ്ധരായിരിക്കേണ്ടതാണ്. ഹൃദയത്തിൽ അശുദ്ധി വന്നാൽ ദൈവകൃപയുടെ ഒഴുക്ക് തടയപ്പെടുന്നതാണ്. നമുക്കറിയാം, ക്ലാവ് പിടിച്ച ടെർമിനലിലൂടെ കറണ്ട് സുഖമായി പ്രവഹിക്കുകയില്ല. ദൈവത്തിൽ നിന്ന് ശക്തി നമ്മിലേക്ക് ഒഴുകുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ടെർമിനലുകളാണ് മനസാക്ഷി എന്ന് പറയുന്നത്. അത് ശുദ്ധമായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ദൈവകൃപ, ദൈവശക്തി അതൊന്നും നമ്മിലേക്ക് വ്യാപരിക്കുകയില്ല. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ദൈവത്തോട് മനുഷ്യരോട് ശുദ്ധ മനസാക്ഷി ഉള്ളവനായിരിക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നു. ഐ വാണ്ട് ദാറ്റ് ഫ്ലോ ഓഫ് പവർ. ഒരു ബാറ്ററിയിൽ പവർ ഉണ്ട്, പക്ഷേ അത് എത്തിച്ചേരേണ്ടതായിരിക്കുന്ന സ്ഥലത്ത് പവർ എത്തിച്ചേരുന്നില്ല. കാരണം അവിടെ മുഴുവനും ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. പൗലോസ് ഇക്കാര്യത്തിൽ തന്റെ മനസാക്ഷിയെ തന്നെ അതീവ ജാഗ്രതയോടെയാണ് സൂക്ഷിച്ചിരുന്നത്. പൗലോസ് മനസാക്ഷിയുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞതിന് ചെവിക്കുറ്റി അടി വാങ്ങിച്ച മനുഷ്യനാണ്, മുഖത്തടി വാങ്ങിച്ച മനുഷ്യനാണ്. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിലെ പൗലോസ് പറഞ്ഞു, മഹാപുരോഹിതന്റെ മുൻപിൽ പറഞ്ഞു, ഞാൻ ഈ ദിവസം വരെ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുൻപാകെ ശുദ്ധ മനസാക്ഷിയോടെ നടന്നിരിക്കുന്നുവെന്ന്. മഹാപുരോഹിതൻ പറഞ്ഞു, ദാസനോട് പറഞ്ഞു, അവന് മുഖത്തടിക്കാൻ പറഞ്ഞു. കാരണം ആ മനുഷ്യൻ വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും ഒക്കുന്നില്ല. ഇന്നേ ദിവസം എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് പോലും ആയിക്കൊക്കുന്നില്ല ശുദ്ധ മനസാക്ഷിയോട്. ശുദ്ധ മനസാക്ഷിയോട് അയാൾ തല്ലിയുമില്ല. വെള്ളതേച്ച കല്ലറയാണ്. പൗലോസ് മറ്റൊരിടത്ത് പറഞ്ഞു, 24-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില്, കുറ്റമില്ലാത്ത മനസാക്ഷി ഉണ്ടായിരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു. കുറ്റപ്പെടുത്തുന്ന ഒരു മനസാക്ഷിയും കൊണ്ട് നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. നമ്മുടെ ആത്മിക അച്ചടക്കം ആകെ തകരും. നമ്മുടെ മനസാക്ഷി എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഏത് വിഷയത്തിലും, ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനോടുള്ള ബന്ധത്തിലും. അതാണല്ലോ പൗലോസ് പറഞ്ഞത്, ദൈവത്തോടും മനുഷ്യനോടും ശുദ്ധ മനസാക്ഷി പുലർത്തുക. പൗലോസ് തിമോഥെയോസിന് ഉപദേശം കൊടുക്കും പറഞ്ഞ അതാണ്. 1 തിമോഥെയോസ് 1:18 പറഞ്ഞു, മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടെന്ന് പറഞ്ഞു. യോഹന്നാൻ കാര്യം പറഞ്ഞു, 1 യോഹന്നാൻ 3:21. നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. പൗലോസ് പറഞ്ഞു, നീ നിന്റെ മനസാക്ഷിയെ കൃത്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ മനസാക്ഷി സംബന്ധിച്ച് അച്ചടക്കമുള്ളവരായിട്ട് നിലനിൽക്കുന്നത്? ഞാൻ വിചാരിക്കുന്നു, ഒന്നാമത് ദൈവസന്നിധിയിൽ നാം ഇരിക്കുമല്ലോ, അതേക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. നാം ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം ധ്യാനിക്കും, ദൈവം നമ്മോട് സംസാരിക്കും. അപ്പൊ ദൈവം നമ്മോട് ഒരു കാര്യം സംസാരിക്കുകയും നമുക്കൊരു സത്യം വെളിവാക്കുകയും ചെയ്താൽ, ശുദ്ധ മനസാക്ഷി വേണമെങ്കിൽ ആ സത്യം സംബന്ധിച്ച് നാം വിശ്വസ്ത പുലർത്തണം. അനുസരിക്കേണ്ട സത്യമാണെങ്കിൽ ഉടനെ അനുസരിക്കണം. തിരുത്തേണ്ട തെറ്റാണെങ്കിൽ അത് തെറ്റ് തിരുത്തണം.
മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട വിഷയമാണെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കണം. മനസ്സാക്ഷി ശുദ്ധമായിരിക്കണമെങ്കിൽ അങ്ങനെ വെക്കൂ. അറിഞ്ഞ സത്യത്തെ അനുസരിച്ച് ജീവിക്കുക, ദൈവജനത്തോട് സത്യത്തെ പുറത്ത് ജീവിക്കുക, തെറ്റുകളെ കുറിച്ചും കുറ്റങ്ങളെ കുറിച്ചും ബോധമുള്ളവരായി ജീവിക്കുക. തെറ്റ് ചെയ്യാതിരിക്കുക മാത്രമല്ല, തെറ്റ് ചെയ്താൽ അഥവാ തെറ്റ് പറ്റിയാൽ അതേക്കുറിച്ച് ബോധം വരുന്ന ഉടനെ തന്നെ തെറ്റേറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കണം. സിൻസ് ഓഫ് ഇഗ്നറൻസ്, അറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി പഴയ നിയമത്തിൽ യാഗം കഴിക്കണമായിരുന്നു. വിശ്വാസികൾ അത് തന്നെ വേണം. അവർ പറഞ്ഞ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ ശേഷം കർത്താവിനോട് പറയണം, കർത്താവേ, ഈ കഴിഞ്ഞ ദിവസത്തിന്റെ 12 മണിക്കൂറുകളിൽ ജീവിച്ചപ്പോൾ ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ എന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അവിടുന്ന് വെളിവാക്കി തരണം. അവയെ ദൈവം എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഉപദേശപരമായ കാര്യങ്ങൾ മനസ്സാക്ഷി ശുദ്ധീകരിക്കണം. ജീവിതപരമായ കാര്യങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ, ലൈംഗികപരമായ കാര്യങ്ങൾ, ഏതെല്ലാം മേഖലകളിലാണ് മനുഷ്യന് തെറ്റുപറ്റുന്നത്. ഇനി നമ്മുടെ മനസ്സാക്ഷിയെ മാത്രം സൂക്ഷിച്ചാൽ മതിയോ? പോരാ, മറ്റുള്ളവരുടെ മനസ്സാക്ഷിയെ സൂക്ഷിപ്പുകാരുമായി തീരണം നാം. അതെങ്ങനെയാണ്? സഹവിശ്വാസികളെ അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തി തെറ്റുകൾ തിരുത്തുവാൻ തക്കവണ്ണം അവർക്ക് വചനത്താലുള്ള ഉപദേശം നൽകുകയും അവരോടൊത്ത് ഇരുന്ന് അവരുടെ തെറ്റിനെ കുറിച്ച് സംസാരിച്ച് ആ തെറ്റ് തിരുത്തുവാനുള്ളതായിരിക്കുന്ന പ്രോത്സാഹനം നാം അവർക്ക് കൊടുക്കുകയും ചെയ്യണം. യൂദാ പറഞ്ഞു, ചിലരെ വെള്ളത്തിൽ നിന്നും തീയിൽ നിന്നും വലിച്ചെടുക്കണമെന്ന് പറഞ്ഞു. വലിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെയും ആ വെള്ളത്തിൽ വീഴാതിരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കരുതലുകൾ, ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ അവർക്ക് നൽകണം. ഇതാണ് ശിഷ്യപ്പെടുത്തൽ എന്ന് പറയുന്നതിന്റെ പ്രധാന ഭാഗം. നാം സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് നടത്തിയതായിരിക്കുന്ന ആളുകൾ വീണ്ടും എന്തുകൊണ്ടാണ് പഴയ സ്വഭാവത്തിലേക്ക്, മദ്യപിച്ചിരുന്ന മദ്യപാനത്തിലേക്കും പുകവലിക്കയിലേക്കും അവിഹിത ബന്ധങ്ങൾ വളർത്തിയിരുന്നത്, ആ ബന്ധങ്ങളിലേക്കും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി അതിലേക്ക് പോകുന്നത്? നാം അവരെ വലിച്ചെടുത്തിട്ട് അവർ ഏത് വെള്ളത്തിലായിരുന്നു ആ വെള്ളത്തിന്റെ കരയിൽ തന്നെ അവിടെ തന്നെ 2 ഇഞ്ച് മാറ്റി സൂക്ഷിച്ചിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഇനി മേലെ അങ്ങോട്ട് വീഴരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് അവർ വീണ്ടും അതിൽ വീഴും. യാക്കോബ് 5-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ നിന്ന് ഒരാത്മാവിനെ രക്ഷിക്കുന്ന ജോലിയാണെന്നാ പറഞ്ഞത്. ഒരാളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുമ്പോൾ അയാളെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുകയാണ്. പൗലോസും പറഞ്ഞു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായി നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവ് യഥാസ്ഥാനപ്പെടുത്തണം. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ടുവരുന്നതാണ്. അപ്പൊ മനസാക്ഷിയുടെ അച്ചടക്കം എന്ന് പറയുന്ന ഒരു വലിയ അച്ചടക്കമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ ഇരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ? ഞാൻ വിചാരിക്കുന്നു ദിവസങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും മനസാക്ഷിയെ തെറ്റിപ്പോയി നമ്മൾ പറയുവാൻ ഇടയാകാത്ത വിധത്തിൽ നാം ജീവിക്കണം. പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണെന്ന് പറയും. ശലോമോൻ അങ്ങനെ പറഞ്ഞല്ലോ, പാപം ചെയ്യാത്തവരില്ലല്ലോ എന്ന്. പക്ഷെ ശലോമോന്റെ കാലത്തല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ശലോമോൻ 1000 സ്ത്രീകളുമായി ജീവിച്ചവനാണ്. ദൈവകൽപ്പനയ്ക്കെതിരെ സ്വത്ത് വർദ്ധിപ്പിച്ചവനാണ്, കുതിരകളെ വർദ്ധിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള ശലോമോന് പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ നിങ്ങൾ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുമെന്ന് കർത്താവ് ചോദിച്ചു. പൗലോസ് പറഞ്ഞു, എനിക്കൊരു കുറ്റത്തെ കുറിച്ചും ബോധമില്ല, അതുകൊണ്ട് ഞാൻ നീതിമാനാണെന്ന് വരികയൊന്നുമില്ല. പക്ഷെ എനിക്ക് ബോധമില്ലെന്നാ പറഞ്ഞു. കുറ്റത്തെ കുറിച്ച് ബോധമില്ലാത്തത് അത്രമാത്രം അധപതിച്ചത് കൊണ്ടല്ല. ചിലർക്ക് അങ്ങനെയാണ്. തെറ്റ് ചെയ്താലും കൊല ചെയ്താലും വ്യഭിചാരം ചെയ്താലും ഒരു കുറ്റബോധവുമില്ല. പൗലോസിന് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയുള്ള പാപങ്ങൾ തന്റെ ജീവിതത്തിൽ വരുവാൻ താൻ സമ്മതിക്കുകയില്ല. അതേക്കുറിച്ചുള്ള ചിന്തകൾ പോലും തനിക്കുണ്ടാവുക. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൃഷിക്കപ്പെട്ട ജീവിതമാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. നമുക്കും അങ്ങനെ തന്നെ വേണം. ആരാധനയ്ക്കുള്ള ആത്മീയ അച്ചടക്കമാണ് മറ്റേ സ്പിരിച്വൽ ഡിസിപ്ലിൻ ഫോർ വർഷിപ്പ്. നമ്മുടെ ആരാധന യോഗങ്ങൾ വളരെ ബോറടിയാണെന്ന് ആളുകൾ പറയാറുണ്ട്. നിങ്ങളുടെ ആരാധന യോഗത്തിന് വന്നാൽ ജീവൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നവരെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാകാം. പക്ഷെ അതിനേക്കാൾ മിക്കവാറും അവർ പറയുന്നത് യാഥാർത്ഥ്യമാകാനാണ് സാധ്യത. ആരാധനയെ കുറിച്ച് നമുക്ക് ശരിയായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ സഭയിൽ ഇനിയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. 1 ദിനവൃത്താന്തം 16:29 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പിക്കും. നമസ്കരിക്കുക എന്ന മലയാളത്തിന് വർഷിപ്പ് ദി ലോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ. വർഷിപ്പ് ദി ലോർഡ്. വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ ആരാധിപ്പിക്കും. ആരാധിക്കാനായിട്ട് നമസ്കരിക്കാനായിട്ട് വരുമ്പോ വിശുദ്ധ ഭൂഷണമായിരിക്കും ധരിക്കേണ്ടത്. മറ്റു ഭാഗങ്ങളിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവന്റെ സന്നിധിയിൽ വരുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗമാണ് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ. 21 സങ്കീർത്തനം 22 96 ഇങ്ങനെ അനേക ഭാഗങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗരസ്ത്യ ദേശങ്ങളിലെ ആളുകൾ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ പുതിയതോ അലക്കി വെളുപ്പിച്ചതോ ആയ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ. അവരത് ചെയ്യുന്നതിന്റെ കാരണം എന്തുമാകട്ടെ, പക്ഷെ ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദൈവസന്നിധിയിൽ വരണമെന്ന്. നമ്മളതിനെ ആത്മീയവൽക്കരിച്ചിട്ട് നാം ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചൊന്നും അല്ല എന്ന് പറയാറുണ്ട്. പഴയ നിയമത്തിലെ ആളുകൾ അങ്ങനെ അതിനെ സ്പിരിച്വലൈസ് ചെയ്തില്ല. അവർ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കുകയും നല്ല വസ്ത്രത്തോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു.
നമുക്കറിയാം അതിൽ കൂടി അർത്ഥമുണ്ടെന്നുള്ളത്. കാരണം വിശുദ്ധ ബൈബിൾ വസ്ത്രം എന്നുള്ളത് ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ചെരുപ്പ് എന്നുള്ളത് നടപ്പിനെ സൂചിപ്പിക്കുന്നത് പോലെ വസ്ത്രം എന്നുള്ളത് ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞത് കൊണ്ട് സാത്താൻ ദൈവസന്നിധിയിൽ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തെ തെറ്റുകളെ കുറിച്ച് സാത്താൻ എപ്പോഴും അങ്ങനെയാണ്, അപവാദിയാണ്. യോബിന്റെ ഭക്തിയെ കുറിച്ച് ദൈവസന്നിധിയിൽ അപവാദം പറഞ്ഞവനാണ്. യോബിനെ ടോട്ടലി റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രമല്ല, ദൈവത്തോട് പറഞ്ഞു നീ ഇഗ്നറന്റ് ആണ്, നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. മനുഷ്യനെ നിനക്കറിയില്ല, എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. സഭാപ്രസംഗി 9:8 നിങ്ങളുടെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, വൃത്തിയായിരിക്കട്ടെ എന്നാണ്. ലെറ്റ് ഇറ്റ് ബി ക്ലീൻ. നിങ്ങളുടെ ജീവിതം എപ്പോഴും ദൈവസന്നിധിയിൽ വൃത്തിയുള്ളതായിരിക്കണം. ആരാധിക്കാൻ പോകുന്നവരാണ്, എപ്പോഴും ആരാധനയുടെ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. ആരാധനയ്ക്ക് അർഹതയുള്ളത് ജീവിതത്തിൽ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പാപത്തിൽ ജീവിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് എങ്ങനെ കഴിയും? ഒരുപക്ഷെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പാട്ട് പാടുന്ന ഒരു വേദഭാഗം പറഞ്ഞ് വായിച്ചിട്ട് സ്തോത്രം ചെയ്യുന്നതും ആരാധനയുടെ ഭാഗമാണെന്ന് പറയാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആരാധന എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. ആരാധിക്കുക എന്നുള്ളതിന് വണങ്ങുക എന്നാണ്, സാഷ്ടാംഗം വീഴുക എന്നൊക്കെയാണ് അർത്ഥം. ഒരാളുടെ മഹത്വവും ശ്രേഷ്ഠതയും സ്വഭാവ വൈശിഷ്ട്യവും സ്ഥാനവും മനസ്സിലാക്കുമ്പോഴാണല്ലോ വേറൊരാളുടെ മുൻപിൽ വീഴുന്നത്. ദൈവസന്നിധിയിൽ നാം വീഴുന്നതും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയും ദൈവം ചെയ്ത നന്മകളും ഒക്കെ അംഗീകരിച്ചുകൊണ്ടാണ്. ഇംഗ്ലീഷിലെ വർഷിപ്പ് എന്ന വാക്ക് വർക്ക്ഷിപ്പ്, അത് പഴയ ഇംഗ്ലീഷിൽ അങ്ങനെ വർക്ക്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ യോഗ്യതയെ അംഗീകരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ പ്രണമിക്കുക, അവന്റെ മുൻപിൽ വീഴുക, നമസ്കരിക്കുക. അതിനാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം നാം അറിയണം. അതെല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കണം. ദൈവത്തെ അറിയുവാൻ നാം ശ്രമിക്കണം. പൗലോസ് എത്ര വർഷം കർത്താവിനെ സേവിച്ച ശേഷമാണ് ഫിലിപ്പി ലേഖനം എഴുതിയത്. എന്നാൽ ആ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? എനിക്ക് അവനെ അറിയണം, അവന്റെ കഷ്ടാനുഭവം കൊണ്ട് കൂട്ടായ്മ അറിയണം, പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. ആരാധന ശരിയാകണമെങ്കിൽ അറിയണം. അറിവില്ലാത്തവർ ആരാധിച്ചാൽ ഒന്നുമില്ല. ദൈവം ശമരിക്കാരത്തി സ്ത്രീയോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ അറിയാത്തവനെ ആരാധിക്കുന്നു, ഞങ്ങളും അറിയുന്നവനെ ആരാധിക്കുന്നു എന്നാ പറഞ്ഞു. മോശ ദൈവത്തോടുകൂടെ 40 രാവും 40 പകലും സമയം കഴിച്ച ശേഷം ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാ പറഞ്ഞത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളില് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അപ്പോ മോശ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. നിന്റെ തേജസ്, ഞാൻ നിന്നോടുകൂടെ 40 രാവും 40 പകലും കഴിഞ്ഞിട്ട് നിന്റെ തേജസ് കാണാൻ കഴിഞ്ഞില്ല. നീ അത് മറച്ചു വെച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. നീ മേഘത്തിൽ നിന്നുമാണ് എന്നോട് സംസാരിച്ചത്, പക്ഷെ എനിക്ക് നിന്നെ ഒന്ന് കാണും. ഞാൻ വിചാരിക്കുന്നു ദൈവം മോശയോട് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ മോശയ്ക്കും ദൈവത്തോട് പറയാം, ഞാൻ നിന്റെ അടുത്തിരുന്ന് നിന്നെ അറിഞ്ഞിരിക്കുന്നു, പക്ഷേ എനിക്ക് നിന്നെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നിന്റെ മഹത്വം ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞു നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മഹത്വം എന്റെ പൂർണ്ണതയിൽ കണ്ടിട്ട് നിനക്ക് ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിനക്ക് ദോഷം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ പാറയുടെ മറവിൽ മറച്ചുകൊണ്ട് ഞാൻ നിന്റെ മുന്നിൽ നിന്ന് കടന്നുപോയ ശേഷം ഞാൻ കൈയെടുക്കുന്ന നിനക്ക് എന്റെ പിൻഭാഗം കാണും. ജെറ്റ് പോയി കഴിഞ്ഞ് കാണുന്നത് പോലെ ദൈവം മോശയുടെ പിൻഭാഗം കണ്ടു. എത്ര മനോഹരമാണ്! നമ്മളെപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം, ദൈവമേ നിന്റെ മഹത്വം വെളിവാക്കണം? വചനം വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ പറയണം, കർത്താവേ നിന്റെ വചനത്തിലൂടെ നീ എന്റെ മഹത്വം ഒന്ന് കാണിക്കണം, എനിക്ക് നിന്നെ ഒന്നുകൂടി കാണണം, ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിനേക്കാൾ മെച്ചമായിട്ട് എനിക്കൊന്ന് കാണണം. ജോർജ് ഹാൻഡൽ എന്ന് പറഞ്ഞ ദൈവദാസൻ മസായ എന്ന് പറയുന്ന ലോക പ്രശസ്തമായിരിക്കുന്ന മ്യൂസിക്കൽ കോമ്പോസിഷൻ അദ്ദേഹമാണ് ചെയ്തത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗം അവന്റെ മ്യൂസിക് ആക്കി. അദ്ദേഹം തന്റെ മുറിയിൽ കയറി വാതിലും ജനലുകളും കൊട്ടിയടച്ചു. താനെ തറയിലെ മുട്ടുകുത്തി തന്റെ കട്ടിലിൽ പേപ്പറും ബൈബിളും തുറന്നു വെച്ചു. 2 ആഴ്ച കഴിഞ്ഞിട്ട് താൻ പുറത്തു വന്നില്ല. തന്റെ വീട്ടിലുള്ളവരൊക്കെ അതിശയിച്ചു, എന്താണ് സംഭവിക്കുന്നത്? 2 ആഴ്ച കഴിഞ്ഞല്ലോ. അവരവസാനം മുട്ടിയിട്ട് തുറക്കുന്നില്ല. വാതിൽ വെട്ടിപ്പൊളിച്ച് നോക്കുമ്പോൾ അങ്ങനെ ബൈബിളിന്റെ മുൻപിൽ മുട്ടുകുത്തിയിരിക്കുന്ന ജോർജ് ഹാൻഡൽ അദ്ദേഹത്തിന്റെ മുഖത്തവർ നോക്കിയിട്ട് ഒന്നേ നോക്കിയുള്ളെന്നാ പറയുന്നത്. ദൈവദൂതന്റെ മുഖം പോലെ ആ ശോഭിച്ചിരുന്നു. തുടർച്ചയായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ 2 ആഴ്ച ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ മുഖം അങ്ങനെ ശോഭിച്ചു. മോശയുടെ മുഖം ശോഭിച്ചാണല്ലോ വന്നത്. അവന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അങ്ങനെയല്ലേ നാം വായിക്കുന്നത്? നമ്മുടെ മുഖം പ്രകാശിതമാകാത്തതിന്റെ കാരണം അവന്റെ മുഖത്തേക്ക് നാം നോക്കുന്നില്ല. നമ്മുടെ താല്പര്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കുമാണ് നാം നോക്കുന്നത്. യഥാർത്ഥമായ ആരാധന നമ്മെ മറന്നുകൊണ്ടാണ്, ദൈവത്തെ മാത്രം ഓർത്തുകൊണ്ടാണ്. ഇന്ന് വചനത്തിലൂടെയാണ് നാം ദൈവത്തെ അറിയുന്നത്, കാണുന്നത്. അതുകൊണ്ട് വചനത്തിലുള്ള ദൈവത്തിന്റെ വെളിപ്പാടുകളെയും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയും നാം നന്നായി ഗ്രഹിക്കേണ്ടതുണ്ട്. ഉപരിപ്ലവമായ അറിവ് ആരാധനയ്ക്ക് പര്യാപ്തമല്ല. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ നാം അടുത്തറിയണം. സഭാപ്രസംഗി
5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കാല് സൂക്ഷിക്കാൻ. കാലെന്ന് പറയുന്നത് നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നതാണ്. നീ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ നിന്റെ ജീവിതത്തെ സൂക്ഷിക്കണം, ഒന്ന് വിശകലനം ചെയ്യണം. എവിടെയൊക്കെ നടന്നു, എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ പറഞ്ഞു. പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വേഷം കൊണ്ടാടുന്നത് നമ്മുടെ ആരാധനയുടെ ഒരു അതീവ പ്രാധാന്യമുള്ള ഭാഗമാണ്. അത് മാത്രമല്ല, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ അതേക്കുറിച്ച് പൗലോസ് പറഞ്ഞപ്പോൾ ഒരുത്തിന് സ്വയം പരിശോധിച്ചിട്ട് വേണം തിന്നുവാനെന്നാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ന്യായം തിന്നുകയും കുടിക്കുകയും ചെയ്യും. ചിലപ്പോൾ രോഗിയാകും, ക്ഷീണിതനാകും, പിന്നെ മരിച്ചു പോകും. ഒരു പരിശോധന വളരെ ആവശ്യമാണ്. യോഗ്യമായിട്ടാണോ അപ്പം തിന്നുന്നത്, അതാ പരിശോധിക്കുന്നത്. യോഗ്യനായിട്ടാണോ എന്നല്ല, യോഗ്യമായിട്ടാണ്. അയോഗ്യമായിട്ട് അപ്പം തിന്നാം, യോഗ്യമായിട്ടും തിന്നാം. അയോഗ്യമായി അപ്പം തിന്നാൽ അപ്പം സംബന്ധിച്ചല്ല കുറ്റക്കാരനാകുന്ന, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ചാണ്. കാരണം ആ അപ്പം പ്രധാനം ചെയ്യുന്നത് ശരീരവും വീഞ്ഞ് പ്രധാനം ചെയ്യുന്ന രക്തവുമാണ്. തിരുവത്താഴ് ശുശ്രൂഷ സ്ഥാപിച്ച സമയത്ത് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയതായിട്ട് നാം കാണുന്നു. എന്തിനാണ് അവരുടെ കാല് കഴുകിയത്? ഞാൻ വിചാരിക്കുന്നു ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കഴുകൽ ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പരിശുദ്ധാത്മാവ് വന്നിട്ട് മനസ്സിലാക്കി തരുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃകയാണ് കാണിച്ചതെന്ന് പറയും. വിനയത്തിന്റെയും സൗമ്യതയുടെയും ഒക്കെ ഒരു മാതൃകയാണ്. പക്ഷെ അത് മാത്രമല്ല, അത് ശുദ്ധീകരണത്തിന്റെ ഒരു മാതൃക കൂടെയാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ ഒരു കാൽ കഴുകൽ വളരെ ആവശ്യമാണ്. നമ്മുടെ ഭൗതികമായ കാഴ്ച വെള്ളം ഒഴിച്ചുകൊണ്ടൊന്നും ആയില്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവന് മുഴുവൻ കുളിക്കേണ്ട ആവശ്യമില്ല, അവന്റെ നടപ്പ് ഒന്ന് ക്രമീകരിച്ച് തെറ്റുകൾ കഴുകിക്കളഞ്ഞാൽ മതി, ഏറ്റു പറഞ്ഞാൽ മതി. അപ്പൊ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആരാധ്യതയെ അംഗീകരിച്ചുകൊണ്ട് നാം അർപ്പിക്കുന്ന ആദരവാണ്. ആരാധനയ്ക്ക് ആളുകൾ ഇരിക്കുന്നത് കണ്ടാൽ ഇത്ര സങ്കടമാണ്. മറ്റു ചില സമുദായങ്ങളെ നാം കുറ്റം പറയും, പക്ഷെ അവരുടെ ആരാധനയ്ക്ക് പോയി നോക്കണം, അവരിയ്ക്കുന്നത് എങ്ങനെയാണ്, എത്ര അച്ചടക്കത്തോടും എത്ര ഭക്തിയോടും കൂടെയാണ് അവരിയ്ക്കുന്നത്. ദൈവസത്യങ്ങളെ കുറിച്ച് ഒരുപാട് വെളിച്ചം കിട്ടിയെന്ന് വീമ്പടിക്കുന്നതായിരിക്കുന്ന നമ്മുടെ ആരാധനയോഗത്തേക്ക് വന്നാല് ഓരോരുത്തരിയ്ക്കുന്നതൊക്കെ എങ്ങനെയാണ്? യാതൊരു ഭക്തിയുമില്ല. ബാഹ്യമായ ഭക്തി ഇല്ലെങ്കിൽ എങ്ങനെ ആന്തരികമായ ഭക്തി ഉണ്ടാകും? പ്രായമുള്ള ഒരു അപ്പച്ചൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കാത്തതായിരിക്കുന്ന ചെറുപ്പക്കാരന് അപ്പച്ചനോട് വലിയ ഭക്തിയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ബാഹ്യമായത് ദൃശ്യമാണ്, അതാണ് അൺഇമ്പോർട്ടന്റ്. പക്ഷെ ആ കാര്യത്തിൽ വിജയിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇമ്പോർട്ടന്റ് എങ്ങനെയാ വിജയിക്കുന്നത്? 4-ാമത്തേത് കൂട്ടായ്മയ്ക്കുള്ള ആത്മീയ ചെറുക്കമാണ്. കൂട്ടായ്മയ്ക്കുള്ള ആത്മീയ ചെറുക്കം, സ്പിരിച്വൽ ഡിസിപ്ലിൻ ഫോർ ഫെലോഷിപ്പ്. ഒരുപക്ഷെ പ്രായോഗിക തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായി ഒരുമിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ കൂട്ടായ്മ. നിറത്തിന്റെ അടിസ്ഥാനത്തിലും ഭാഷയുടെ അടിസ്ഥാനത്തിലും സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലും സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിലും ഒന്നും വിവേചനം കാണിച്ചുകൊണ്ട് പെരുമാറുന്ന പെരുമാറ്റമല്ല കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിവേചനങ്ങൾ ഇല്ലാതെ എല്ലാവരെയും സമമായി കണ്ടുകൊണ്ട് അവരുമായിട്ട് ഹൃദ്യമായിരിക്കുന്ന ബന്ധം പുലർത്തുന്നതാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിൾ പറയുമ്പം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 42-ാം വാക്യത്തില് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, രണ്ടാമത് പറഞ്ഞവർ കൂട്ടായ്മ ആചരിച്ചു എന്നാണ്. സഭ ചെയ്യുന്ന 4 കാര്യങ്ങൾ 2-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടായ്മ എന്നുള്ളതാണ്. അപ്പം നുറുക്കലൊക്കെ വരുന്നത് കഴിഞ്ഞാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആത്മീയവും ശാരീരികവും ഭൗതികവും മാനസികവും സാമ്പത്തികവും മറ്റും അന്യോന്യം പങ്കുവയ്ക്കുന്നത് വഴിയാണ് കൂട്ടായ്മ സഫലമാകുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ സഭകളിൽ കൂട്ടായ്മയ്ക്ക് വളരെ ഉന്നതമായ സ്ഥാനമാണ് നൽകിയിരുന്നത്. എന്നാൽ വളരെ വേഗം വിഭാഗീയ ചിന്തകൾ കടന്നു വന്നു. നമുക്കറിയാം, എബ്രായരെന്നും യവനന്മാരും അവരുടെ എന്നുള്ള വിഭജനം യെരുശലേമിലെ സഭയിൽ വന്നു. പക്ഷെ അപ്പോസ്തലന്മാർ വളരെ വേഗം അത് നശിപ്പിച്ചു കളഞ്ഞു. കൊരിന്ത്യ സഭയിൽ വരുമ്പോഴും അങ്ങനെ വിഭജനത്തിന്റെ ആത്മാവ് അവിടെ കാണും. എഫേസ്യ ലേഖനമാണ് സഭയെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് ഏറ്റവും അധികം പറയുന്നത്. അതിൻ്റെ അകത്ത് 2-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ആ വിഭജനത്തിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി അത് ഇടിച്ചു കളയുകയാണ് ചെയ്തത്. യഹൂദനെന്നും യവനെന്നും ഒക്കെയുള്ള വ്യത്യാസങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ ഇല്ലാതെയാക്കി. കർത്താവിനെ ക്രൂശിച്ചത് യഹൂദന്മാരും യവനന്മാരും ചേർന്നാണ്. കർത്താവിന്റെ മേലെഴുത്തായിട്ട് വെച്ചത് ആരാധനയുടെ ഭാഷ പഴയ നിയമത്തിന്റെ ഭാഷയായ എബ്രായ ഭാഷയിൽ മാത്രമല്ല, സംസ്കാരത്തിന്റെ ഭാഷയായ യവന ഭാഷയിലും നിയമത്തിന്റെ ഭാഷയായ ലത്തീൻ ഭാഷയിലും അത് എഴുതി വെച്ചു. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന മതവും സംസ്കാരവും നിയമവും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ഒന്നായിട്ട് തീർന്നു. കൊരിന്തിലെ സഭയിലെ കൂട്ടായ്മയെ ഹനിക്കുന്ന പ്രവണത ഉണ്ടായപ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വേഗം അത് നുള്ളിക്കളഞ്ഞു. എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൽ കൂട്ടായ്മ ഹനിക്കപ്പെടാതിരിക്കുവാനായിട്ട് ചില വിലയേറിയ സത്യങ്ങൾ പറഞ്ഞു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു, വിശ്വാസികൾക്ക് തമ്മിലുള്ള ഐക്യതയ്ക്ക് ആധാരമായിട്ട് 7 ഒന്നുകളെ കുറിച്ച് പറഞ്ഞു. പ്രത്യാശ 1, ശരീരം 1, ആത്മാവ് 1, കർത്താവ് ഒരുവൻ, വിശ്വാസം 1, സ്നാനം 1, ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ 7 അടിസ്ഥാന വിഷയങ്ങളിൽ യോജിപ്പുണ്ടെങ്കിൽ കർത്താവിന്റെ സഭയിൽ ഭിന്നത ഉണ്ടാകേണ്ട ആവശ്യമില്ല. കൂട്ടായ്മയ്ക്ക് വിഘ്നം വരേണ്ട ആവശ്യമില്ല. വിഘ്നം വരുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ അശുദ്ധിയും പാപവും ഉള്ളതുകൊണ്ടാണ്.
യേശുക്രിസ്തുവിന്റെ രക്തം സകലഭാഗവും പോയി ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് വിഘ്നമായി തീരുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന്റെ കുരിശിലെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിച്ച് വിശ്വാസികൾ തമ്മിൽ കൂട്ടായ്മ പുലർത്തുകയാണ് വേണ്ടത്. ഉപദേശപരമായി മേൽക്കുറിച്ച കാര്യങ്ങളെല്ലാം സംബന്ധിക്കുന്ന ആളുകളുണ്ടെങ്കിലും അവരുടെ ഭിന്നതയുണ്ട്. ഏത് നിസ്സാര കാര്യത്തിനും ഏറ്റുമുട്ടുന്ന സ്വഭാവക്കാരായ ഭിന്നതയ്ക്കുള്ള അവസരം നോക്കിക്കൊണ്ടാണ് സഭയിൽ പോകുന്നത്. ഒരിക്കലൊരാൾ സഭായോഗം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചോദിച്ചു, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു സഭ? രസമില്ലായിരുന്നു. എന്നാന്ന് ചോദിച്ചു. ഇന്ന് വഴക്കൊന്നും ഉണ്ടായില്ല. നമ്മുടെ സഭയിലല്ല, വേറെ സഭയിലാണ്. അവിടെ സഭയുടെ ആരാധനാ യോഗത്തിന്റെ രസം എന്ന് പറയുന്നത് തിരുവത്താഴം കഴിഞ്ഞിട്ടൊരു വഴക്കുണ്ട്. കൈവപ്പൊഴിയുള്ള മിക്കവാറും എല്ലാ ശുശ്രൂഷകളും അപ്പം നടക്കുന്നതാണ്. തമ്മിൽ കീഴ്പ്പെട്ടിരിപ്പീൻ എന്നാണ് പൗലോസ് പറഞ്ഞത്. തമ്മിൽ കീഴ്പ്പെട്ടിരിപ്പീൻ. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനും തന്നെ എന്താ പറഞ്ഞത്? എവിടെയാ പിന്നെ ഭിന്നതയ്ക്ക് റൂം എന്ന് പറയുന്നത്? യെരുശലേമിലെ സഭയുടെ കൂട്ടായ്മ എത്ര ഉദാത്തമാണ്! തനിക്കുള്ളത് ഒന്നും തന്റേതാണ് എന്ന് ആരും പറയാതെ എല്ലാം അവർക്ക് പൊതുവായിരുന്നു എന്നാണ് പറയുന്നത്. വസ്തുവകൾ ഉള്ളവർ പോലും വിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൊടുക്കണമെന്ന് ഉപദേശമൊന്നും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷെ അവരത് ചെയ്തു. കാരണം കൂട്ടായ്മയ്ക്ക് അത്ര വലിയ സ്ഥാനമാണ് അവർ നൽകിയിരുന്നത്. ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് 5 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനുള്ള കൂട്ടായ്മയാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവങ്ങൾക്കും തമ്മിൽ കൂട്ടായ്മയുണ്ട്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് തദ്ദേശ സഭയുടെ തലമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഏത് സഭയിലാണോ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന ആ സഭയിലെ വിശ്വാസികൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന പോലെ കൂട്ടായ്മ ബന്ധത്തിലാണ്. മൂന്നാമത്തെ തലം ഉപദേശപരമായ തലമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്നിരിക്കലും വചനം പഠിപ്പിക്കുന്ന പത്യോപദേശം എല്ലാവരും മുറുകെ പിടിക്കുന്നില്ല. അങ്ങനെ പത്യോപദേശം മുറുകെ പിടിക്കുന്നവരായ ആളുകൾക്ക് തമ്മിൽ ഒരു പ്രത്യേക കൂട്ടായ്മയുണ്ട്. ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ബാപ്റ്റിസ്റ്റുകാരനെ കാണുമ്പോഴും, ബ്രദൻകാരനെ കാണുമ്പോഴും, ബെത്തുക്കോസുകാരനെ കാണുമ്പോഴും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. വചനാസമുള്ള തദ്ദേശീയ സഭയിലെ സ്ഥലസഭയിലെ ആളുകൾക്ക് വേറെ സ്ഥലസഭയിലെ ആളുകളെ കാണുമ്പോൾ എന്ത് വികാരമാണ് ഉള്ളത് എന്ന് നാം തന്നെ പരിശോധിച്ചാൽ മതി. നാലാമത്തെ തലം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതത്തിന്റെ തലത്തിലുള്ള കൂട്ടായ്മയാണ്. ഉപദേശമൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ജീവിതത്തിൽ പുളിപ്പുണ്ട് ചില ആളുകൾ. ആ ദുഷ്ടനെ നിങ്ങളുടെ നീക്കിക്കളവിൻ എന്നാണല്ലോ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്. 5-ാം അധ്യായത്തിൽ നമുക്ക് കൂട്ടായ്മ അനുഭവിക്കുവാൻ പാടില്ലാത്തതായിരിക്കുന്ന പാപങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരോടുകൂടി ആഹാരം കഴിക്കുക പോലും എന്നാ പറഞ്ഞത്. 5-ാമത്തെ തലം എന്ന് പറഞ്ഞ സുവിശേഷ വേലയുള്ള കൂട്ടായ്മയാണ്. കർത്താവിന്റെ വേലയിലുള്ള പങ്കാളിത്തമാണ്. അതാണ് ഏറ്റവും ഘനമുള്ള കൂട്ടായ്മ. പൗലോസിന് ബർന്നബാസുമായും തിമോത്തിയോസുമായും തീത്തോസുമായും ശീലാസുമായും മറ്റുമുള്ള ബന്ധം. മിഷൻ ടീമിലെ അംഗങ്ങൾക്ക് കർത്താവിന്റെ വേലയിൽ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധമാണ്. അവരെ സഹപഠനെന്നും കൂട്ടുവേലക്കാരനെന്നും ഒക്കെയാണ് പൗലോസ് വിളിച്ചത്. അവർ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിലടങ്ങിയിരിക്കുന്ന ഊഷ്മളത അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. പൗലോസിനെ തിമോത്തിയോസിനെയും തീത്തോസിനെയും കണ്ടിട്ട് യാതൊരു സുഖവും ഇല്ലാഞ്ഞിട്ട് തെസ്സലോനിക്കയിൽ നിന്നും താനെ പോന്ന് കൊരിന്തി വരെ വന്നു. എന്നിട്ട് തനിക്ക് യാതൊരു സുഖമില്ല സഹോദരന്മാരെത്തിയത്. അതുപോലെ മറ്റു ഭാഗങ്ങളിൽ സഹോദരന്മാരെ കണ്ടപ്പോൾ ധൈര്യം പൂണ്ട് കർത്താവിന്റെ പേര് ഐശ്വര്യമായിട്ട്. എന്റെ പ്രിയമുള്ളവരെ, ക്രിസ്തീയ കൂട്ടായ്മയുടെ ഏറ്റവും ഘനമുള്ള, ഏറ്റവും ഡെൻസിറ്റിയുള്ള ഭാഗം എന്ന് പറയുന്നത് കർത്താവിന്റെ വേലയിലുള്ള കൂട്ടാളി. ഒരു സഭയിലായാലും സുവിശേഷ വേലയ്ക്ക് പോകുന്ന 2-3 സഹോദരന്മാർക്ക് തമ്മിലുള്ളതായിരിക്കുന്ന ഐക്യതയും ബന്ധവും അതിന് പോകാത്തവരുമായിട്ടില്ല, ഒരിക്കലുമില്ല. ഭക്തി സിംഗ് എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ സഭയിലെ ചില വിശ്വാസികൾ അവർ തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നം പറയാനായിട്ട് ഭക്തി സിംഗിന്റെ അടുക്കൽ വരും. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഭക്തി സിംഗ് തീർത്തു തരണം. ഭക്തി സിംഗ് വരെ തീർത്തു തരാമല്ലോ. ഒരുപടി ട്രാക്ട് എടുത്തു കൊടുത്ത് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഉച്ചവരെയുള്ള സമയത്ത് നിങ്ങൾ രണ്ടുപേരും പോയി വീട്ടിൽ സുവിശേഷം പറയാൻ പറയും. ഞാൻ നിർബന്ധിച്ച് അവർ രണ്ടുപേരും കൂടെ വിടും. തിരിച്ചു വന്ന് ആഹാരമൊക്കെ കഴിച്ച കഴിയുമ്പോൾ ഭക്തി സിംഗ് ചോദിക്കും, അപ്പൊ ഇനിയിപ്പോ പ്രശ്നത്തെ കുറിച്ച് പറയാം. അവർ പറയും, ഞങ്ങളത് പറഞ്ഞ് പരിഹരിക്കുന്നവർ. പോയി വഴി സുവിശേഷ വേല എങ്ങനെ പ്രശ്നം വെച്ചുകൊണ്ട് ചെയ്യുന്നത്? ഈ സുവിശേഷ വേല എവിടെ പരാജയപ്പെടുന്നു അവിടെയാണ് കൂട്ടായ്മ ഹനിക്കപ്പെടുന്നത്, അവിടെയാണ് സഭയിൽ ഭിന്നത ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സുവിശേഷ വേലയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഭിന്നതയൊക്കെ ഉണ്ടാകുന്നത്. 5-ാമത്തെ ആത്മീയ ഡിസിപ്ലിൻ വേണ്ടത് ഞാനിപ്പോ പറഞ്ഞാണ്, മഹാനിയോഗ നിവൃത്തിക്കായുള്ള ആത്മീയ അച്ചടക്കം. സ്പിരിച്വൽ ഡിസിപ്ലിൻ ടു ഫുൾഫിൽ ദ ഗ്രേറ്റ് കമ്മീഷൻ. ഞാൻ അതേക്കുറിച്ച് അല്പമായിട്ട് പറഞ്ഞല്ലോ. എന്നാലും ഞാൻ കർത്താവ് തന്ന മഹാനിയോഗം 10:28 അത് നമുക്കെല്ലാം ഉള്ളതാണ്. അത് മിഷണറിമാർക്ക് വേണ്ടിയുള്ളതല്ല, അവർക്കും ഉള്ളതാണ്. എല്ലാ വിശ്വാസികളും, നിങ്ങളെന്ന് പറഞ്ഞപ്പോ എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. ഞാൻ ലോകാവസാനം നിങ്ങളോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞപ്പോ 12 അപ്പോസ്തലന്മാരെ കുറിച്ചല്ലല്ലോ പറഞ്ഞു, അവർക്ക് ചത്തുപോയില്ലേ, ലോകം അവസാനിച്ചില്ലല്ലോ. നമുക്കെല്ലാം ഉള്ളതാണ്. അപ്പൊ സുവിശേഷത്തിന്റെ സന്ദേശം സർവ്വലോകത്തിലും പ്രസംഗിക്കപ്പെടണം. പ്രസംഗിക്കപ്പെട്ട കർത്താവ് വരുമെന്നാണ്.
കർത്താവിന്റെ വരവിന് വേണ്ടി വളരെ ആകാംക്ഷയോട്ടിരിക്കുന്നവരല്ലേ നമ്മൾ? എങ്കിൽ കർത്താവിന്റെ വരവിനെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ സുവിശേഷം പോയി പറയുക, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഞാനത് അത്രയും പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. ആറാമത്, കാര്യവിചാരകത്വം സംബന്ധിച്ചുള്ള അച്ചടക്കം, ആത്മീയ അച്ചടക്കം, സ്പിരിച്വൽ ഡിസിപ്ലിൻ റിലേറ്റഡ് ടു സ്റ്റുവർഷിപ്പ്. കർത്താവിന്റെ ഉപദേശങ്ങളുടെ ഉപകളിലും കാര്യവിചാരകത്വം വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. കർത്താവിന്റെ പല ഉപകളും കാര്യവിചാരകത്വം സംബന്ധിച്ചുള്ളതാണ്. കർത്താവിന്റെ സംരംഭം കൈകാര്യം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസികൾ വിശ്വസ്തമായി അത് ചെയ്യുന്നു എന്ന് നിശ്ചയിക്കുവാൻ കർത്താവ് കണക്ക് ചോദിക്കുന്നവനാണ്. 5 താലന്തുകാരനോടും 2 താലന്തുകാരനോടും 1 താലന്തുകാരനോടും കർത്താവ് കണക്ക് ചോദിച്ചു. വിശ്വസ്തമായി കാര്യവിചാരകത്വം നിവർത്തിച്ചവരെ കർത്താവ് അനുമോദിക്കുകയും നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. മറിച്ച് അവിശ്വസ്തത കാട്ടിയവർക്ക് കഠിനമായ ശിക്ഷ നൽകുകയും അംഗീകാരത്തിനുള്ള അവരുടെ അവസരം എടുത്തു കളയുകയും ചെയ്തു. കാര്യവിചാരകത്വത്തിന്റെ പരിധിയിൽ അവസരങ്ങൾ, കഴിവുകൾ, ഉത്തരവാദിത്തങ്ങൾ, സ്ഥാനങ്ങൾ എല്ലാം ഉൾപ്പെടുന്നു. എല്ലാവർക്കും തുല്യമായിട്ടുള്ള സമയം മാത്രമാണ്. അതുകൊണ്ട് ഒരു ഉപമയിൽ കർത്താവ് എല്ലാവരെയും വിളിച്ച്, ദാസന്മാരെ വിളിച്ച് 10 താലന്ത് അവർക്കെല്ലാം കൊടുത്തു, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. പക്ഷെ എല്ലാവരും ആ ഓപ്പർച്യൂണിറ്റി ഈക്വലായിട്ട് ഉപയോഗിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ ഒരുത്തൻ 10 കൊണ്ട് 10 കൂടെ സമ്പാദിച്ചു, വേറെത്തൻ 10 കൊണ്ട് 5 കൂടെ സമ്പാദിച്ചു. ഒന്ന് കഴിവിനനുസരിച്ച് പ്രാപ്തി പോലെ കൊടുത്തുന്നതാണ്, മറ്റേതങ്ങനെയല്ല. പ്രാപ്തി പോലെയല്ല, ഇവിടെ അവസരം പോലെ. നാം നമുക്ക് ദൈവം തന്നതായിരിക്കുന്ന കഴിവുകളും അവസരങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മടിയിൽ തുഷ്ടമായ ദാസനെ എന്ന വിളിയാണ് കേൾക്കുന്നതെങ്കിൽ അത് ഇത്ര കഷ്ടമാണ് എന്റെ പ്രിയമുള്ളത്. പ്രായോഗിക തലത്തിൽ കാര്യവിചാരകത്വം ഏറ്റവും പ്രസക്തമായ ഒരു തലം സാമ്പത്തികമാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് ആവശ്യമായ അച്ചടക്കം നമുക്കുണ്ടായിരിക്കണം. പണത്തെ പലരും ആത്മീയ വിഷയമായി ചിന്തിക്കാറേ ഇല്ല. പണം അത് ഭൗതികമല്ലേ, മാമോനും ദൈവവുമായിട്ട് എന്ത് ബന്ധമാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു മനുഷ്യന്റെ ആത്മീയ അച്ചടക്കത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ അവൻ തന്റെ പണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ മതി. വിശദീകരിക്കപ്പെടാത്ത പണപ്പെട്ടികൾ ദൈവത്തിന് പ്രയോജനമുള്ളതല്ല. കർത്താവ് പറഞ്ഞിട്ടുള്ള ഉപമകളിൽ പണം ഒരു പ്രധാന വിഷയമാണ്. ഈ ലോകത്തിന് ദൈവമായിട്ടാണ് മാമോനെ കർത്താവ് ചിത്രീകരിച്ചത്. പക്ഷേ പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുന്ന പറഞ്ഞു. മാമോൻ അനീതിയുള്ളതാണെങ്കിലും അതുകൊണ്ട് നല്ല സ്നേഹിതന്മാരെ ഉണ്ടാക്കിയാൽ നിത്യതയ്ക്ക് നമുക്ക് പ്രയോജനം ചെയ്യും. പണത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരുടെ പറഞ്ഞത് അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുവാനാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നന്ന് എന്നുള്ള കർത്താവിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് മൂപ്പന്മാർ ഉൾപ്പെടെ വിശ്വാസികൾക്കുള്ള കാഴ്ചപ്പാടായിട്ട് മാറുന്നു. ഈ ലോകത്തിലെ വിശ്വാസികളെ ധർമ്മന്മാരോട് പൗലോസ് പറഞ്ഞത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ അവർ ഔദാര്യശീലമുള്ളവരും വാരി വിതറി കൊടുക്കുന്നവരുമായിരിക്കണമെന്നാണ്. വാരി വിതറി കൊടുക്കുന്ന ഔദാര്യശീലമുള്ളവരായിരിക്കണം. 2 കാശിട്ട വിധവ ധാരാളം ഇട്ടു എന്ന് കർത്താവ് പറഞ്ഞു. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇട്ടു. എന്തുകൊണ്ടാണ് ഇട്ടത്? തുകയുടെ വലിപ്പം കൊണ്ടല്ലോ, ശതമാനത്തിന്റെ വലിപ്പം കൊണ്ടാണ്. അവൾ 100% നൽകി. എത്ര കൊടുത്തു എന്നതിനേക്കാൾ എത്ര ബാക്കിയുണ്ട് എന്നതാണ് സാമ്പത്തിക കാര്യവിചാരകത്വത്തിന്റെ കണക്കൂട്ടലിൽ പരിഗണിക്കപ്പെടുന്നത്. ഒരാളുടെ 10% ഒരുപക്ഷെ 1 ലക്ഷം ആയിരിക്കാം. എല്ലാ മാസവും അയാൾ 1 ലക്ഷം വീതം കൊടുക്കുന്ന ആളായിരിക്കാം. വേറൊരാളുടെ 100% വെറും 1000 രൂപയായിരിക്കാം. അയാൾ ഒരുപക്ഷെ 50% കൊടുക്കുന്നവനായിരിക്കാം, 500 രൂപ വീതം. 1 ലക്ഷം കൊടുത്തവനേക്കാൾ ഈ 500 രൂപ കൊടുത്തവനാണ് കൂടുതൽ കൊടുക്കുന്നത്. കാരണം അവൻ ഒരുത്തൻ 10% കൊടുത്തു, മറ്റവൻ 50% കൊടുത്തു. പിന്നെ അവന് ജീവിക്കാനായിട്ട് ആകെ 50% കൊടുത്തു. അപ്പൊ കാര്യവിചാരകത്വം നന്നാകണമെങ്കിൽ പണത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയാകണം. വിശുദ്ധീകരിക്കപ്പെട്ട കണ്ണും സമർപ്പിക്കപ്പെട്ട പേഴ്സല്ലേ വാലറ്റും വാരി വിതറി കൊടുക്കുന്ന കരങ്ങളും വിശാലമായ മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക കാര്യവിചാരകത്വം ദൈവസ്വീകാര്യമായി തീരൂ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. വിശുദ്ധീകരിക്കപ്പെട്ട കണ്ണ്, അതായത് പണത്തെ എങ്ങനെയാണ് കാണുന്നത്, സമർപ്പിക്കപ്പെട്ട പേഴ്സല്ലേ വാലറ്റ്, വാരി വിതറി കൊടുക്കുന്ന കരങ്ങള്, വിശാലമായ മനസ്സ്, ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക കാര്യവിചാരകത്വം നമുക്ക് ദൈവസ്വീകാര്യമായി തീരുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാധനമാണ് പണം. പക്ഷെ നമുക്ക് മുന്നുമേ അതായിരിക്കാം. കർത്താവ് അയച്ചതായിരിക്കുന്ന വേലക്കാരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ പണം കൊണ്ടുപോകണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ ചെല്ലുന്ന വീട് താമസിച്ചാൽ മതി, അവർ തരുമെന്ന് പറഞ്ഞു. പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം, കൊടുക്കുന്ന കാര്യത്തിൽ, വരവ് ചെലവ് കാര്യത്തിൽ വിശ്വസ്തത കാണിച്ചിട്ടുള്ള സഭകള് കുറവാണ്. ഫിലിപ്പിയ സഭ അതിലൊരു സഭയായിരുന്നു. മറ്റവരൊക്കെ തരാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. പണത്തോടുള്ള നമ്മുടെ അഫിനിറ്റി, നമ്മുടെ ആ ബന്ധം എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞ ഒരു സാധനമാണ് ഈ പണം. ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊക്കെ ഇലക്ട്രിസിറ്റി പോലെയാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കണേ വലിയ പ്രയാസമാണ്. പക്ഷെ അത് വളരെ അപകടം നിറഞ്ഞാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത്, ഷോക്ക് അടിച്ചത്.
പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാതെ ഷോപ്പ് അടിക്കാത്ത എത്ര ആളുകളുണ്ടെന്നറിയാം. ദേമാസിന് ഈ ലോകത്തെ സ്നേഹിച്ചാ പോയത്. അന്നാസും പിന്നെ അനന്യാസും സഫേറിയും പണത്തെ സ്നേഹിച്ചാ പോയത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. എലീശായുടെ ശിഷ്യനായിരുന്ന എന്താ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചാ പോയത്. ആഖാനും പറ്റിയത് അതാണ്. പണത്തെ അവിഹിതമായി സ്നേഹിച്ചവരും സമ്പാദിച്ചവരും ബൈബിളിൽ എപ്പോഴും വളരെ സാഡ് പിക്ചറാണ്. എന്നാൽ തങ്ങളുടെ വസ്തുവക കൊണ്ട് ശിനെ ശുശ്രൂഷിച്ചതെന്ന് കർത്താവ് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ചില സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ വസ്തുവകൾ കൊണ്ട് അവര് എന്നെ ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞു. യോഹന്ന, സൂസന്ന മുതലായിരിക്കുന്ന ആളുകൾ. അപ്പോ പ്രായോഗിക തലത്തില് കാര്യവിചാരകത്വം ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഈ സാമ്പത്തിക തലത്തിലാണ്. ഒരു മനുഷ്യന്റെ ആത്മീയ സ്ഥിതിയുടെ യഥാർത്ഥ അളവ് പോലെ അവൻ തന്റെ പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരുടെ എന്താ പറഞ്ഞത്? നിങ്ങൾ പാവങ്ങളെ സഹായിക്കണമെന്നാണ്. നാമും അത് ചെയ്യേണ്ടത് വളരെ ആവശ്യമുണ്ട്. പൗലോസിന് വേണ്ടി ഒരുപാട് ചെലവ് ചെയ്തതായിരിക്കുന്ന ആളുകളുണ്ട്. അവരെ പറ്റിയൊക്കെ പൗലോസ് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണം നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. 2 കാശിന്റെ വിധവയെ കർത്താവ് പുകഴ്ത്തിയത് അവൾ ഇട്ട തുകയുടെ വലിപ്പം കണ്ടല്ല, അവള് ബാക്കി വെച്ച തുകയുടെ വലിപ്പം കണ്ട. 2 കാശ് ഇട്ട് കഴിഞ്ഞ് പിന്നെ അവള് നോക്കി, കർത്താവ് നോക്കി, അവിടെ പോക്കറ്റിൽ ഒന്നുമില്ല, മുഴുവൻ കർത്താവിന് എടുക്കും. ആളുകൾ നോക്കിയത് 2 കാശ് കത്തിക്കാൻ. കർത്താവ് പറഞ്ഞ അവൾ എല്ലാവരെക്കാളും കൊടുത്തു. നിങ്ങളുടെ 2 കാശുകൾ ദൈവത്തിന് വേണം കേട്ടോ. നിങ്ങൾക്കും ദൈവത്തിന് പങ്കാളിയായി തീരുവാനായിട്ട് കഴിയും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സേവനം സംബന്ധിച്ചുള്ള ആത്മീയ അച്ചടക്കം, സ്പിരിച്വൽ ഡിസിപ്ലിൻ ടു സെർവ് വൺ അനദർ. വിശ്വാസികൾ പരസ്പരം ചെയ്യേണ്ട പല കാര്യങ്ങൾ കർത്താവ് ശിഷ്യന്മാരും ജീവിതത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അന്യോന്യം സേവിപ്പിൻ, സെർവ് വൺ അനദർ. ഗലാത്യർ 5:13 പറഞ്ഞിട്ടുണ്ട്. സേവനത്തിൽ മാനദണ്ഡങ്ങളുണ്ട്. ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, കഷ്ടത്തിലിരിക്കുന്നവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുക, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, ജയിലിൽ കിടക്കുന്നവരെ സന്ദർശിക്കുക, രോഗികൾക്ക് സഹായം ചെയ്യുക, അനാഥവിധവമാരെ സംരക്ഷിക്കുക. ഇങ്ങനെ അനേക കാര്യങ്ങള് സേവനത്തിന്റെ സേവനത്തെ കുറിച്ച് കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞു. വിശ്വാസികൾക്ക് പരസ്പരം സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള നിരവധി അവസരങ്ങളുണ്ട്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൽ പൗലോസ് ഒരു ഒനേസിഫോറോസിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. പൗലോസിനെ റോമിലെ ജയിലിലാക്കിയെന്ന് കേട്ട ഉടനെ തന്നെ അദ്ദേഹം ചെയ്തു, പൗലോസിനെ അന്വേഷിച്ച് റോമിൽ ചെന്നു. റോമിലെ ഡസൻ കണക്കിന് ജയിലുകളാണുള്ളത്. ആ ജയിലുകളിലൊക്കെ കൊണ്ടിടുന്നതായിരിക്കുന്ന ആളുകളെ കുറിച്ചൊന്നും ആരും അതിൽ ബഹുമാനപൂർവ്വം ചിന്തിക്കാറില്ല. എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ അവൻ വന്ന് അന്വേഷിച്ചെന്നെ കണ്ടെത്തി എനിക്ക് ശുശ്രൂഷ ചെയ്തു എന്നാണ്. എഫെസോസിലും അവൻ വളരെ ശുശ്രൂഷ ചെയ്തു എന്ന് പൗലോസ് എടുത്ത് പറഞ്ഞു. എന്നിട്ട് പൗലോസ് അവനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ദിവസത്തിൽ ദൈവം അവൻ കരുണ കാണിക്കട്ടെ. അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കർത്താവ് ന്യായ ദിവസത്തിൽ എന്നോട് കാണിച്ച ഔദാര്യത്തിന്റെ പേരിൽ അത് എഴുതി തള്ളട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, നമുക്കെല്ലാം ജീവിതത്തിൽ തെറ്റുകളുണ്ട്. പക്ഷെ അത് എഴുതി തള്ളുവാനൊരു അവസരമുണ്ട്. എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്നതായിരിക്കും മറ്റുള്ള ഹൃദയത്തെ തണുപ്പിക്കുന്ന നമ്മുടെ പ്രവൃത്തികളാണ്. നമ്മുടെ പേരിൽ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന നല്ലതാണ്. പൗലോസിന് ശുശ്രൂഷ ചെയ്ത എപ്പഫ്രായിത്തോസിനെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷയാൽ അവൻ മരണത്തോളമായി പോയി. പൗലോസിന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുത്തതായിരിക്കുന്ന അക്വില പ്രിസ്കമാരെ പറ്റി എല്ലാ സഭകളും അവരോട് നന്ദിയുള്ളവരാണെന്ന്. പൗലോസിന് വളരെ ശുശ്രൂഷ ചെയ്ത ഒരു ഫേബയെ കുറിച്ച് പൗലോസ് പറഞ്ഞു. അവൾ പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. റോമർ 16 പൗലോസിന് വേണ്ടി മറ്റു വിശ്വാസികൾക്ക് വേണ്ടി ഏറെ ശുശ്രൂഷ ചെയ്ത സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനിച്ചവളായ മറിയ, കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രസീസ്, അങ്ങനെ അനേകരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ പരിശുശ്രൂഷ കാലത്ത് തന്നെ ശുശ്രൂഷിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ബേഥാനിയിലെ മാർത്ത, മറിയ, മഗ്ദലക്കാരത്തി മറിയ, യോഹന്നാനും സൂസന്ന, കർത്താവിന്റെ കാൽ കണ്ണുനീരുകൊണ്ട് തുടിച്ചതായിരിക്കുന്ന പാപിനിയായ സ്ത്രീ, എത്ര ആളുകളാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ശുശ്രൂഷയും വിശ്വസ്തരായ ചിലരെ കുറിച്ച് തന്റെ ലേഖനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഗായസ് അവർ പ്രധാനിയാണ്. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുൻപാകുന്നതിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എബ്രായലേഖനം വായിക്കുമ്പോൾ ഒരു കാര്യം എബ്രായലേഖകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് ഉള്ള സ്നേഹവും മറന്നുകളവാൻ തക്ക അനീതിയുള്ളവനല്ല. 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥൽക്കാരും മറക്കരുത്. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങൾ ചരിത്തിരിക്കുന്നവരാകിയാൽ കഷ്ടം ലഭിക്കുന്നവരെ ഓർത്തുകൊള്ളുവേ. അന്ത്യന്യായവിധിയിൽ കർത്താവ് ചെമ്മരിയാടുകളെയും കോലാടുകളെയും ഇവിടുത്തെ വലുതുമായിട്ട് നിർത്തിയിട്ട് അവരോട് പറയുന്നത് എന്താണ്? അവർ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെ കുറിച്ചാണ്.
പൗലോസ് ഫിലിമോനോട് പറഞ്ഞു, സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിന്റെ അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കാം. മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിക്കുന്ന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് കൃപാവരങ്ങളെ വിതരണം ചെയ്തപ്പോൾ ശുശ്രൂഷിക്കാനുള്ള വരവും കൊടുത്തു. പൗലോസ് പറഞ്ഞു, ശുശ്രൂഷയിൽ ഉജ്ജീവിക്കട്ടെ. റോമാലേഖനം 12:7. ആത്മീയ അച്ചടക്കം വേണ്ടതായിരിക്കുന്ന 7 മേഖലകളെ കുറിച്ചാണ് ഞാൻ ഓടിച്ചു പറഞ്ഞത്. ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഒന്നുകിൽ 7 മേഖലകളിലും അച്ചടക്കം കാണും, അല്ലെങ്കിൽ ഒരു മേഖലയിലും അച്ചടക്കം കാണുകയും 1-2 മേഖലയിൽ മാത്രം അച്ചടക്കം വളർത്തിയെടുക്കുക എന്നത് സാധ്യമാണ്. ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെയാണ് അച്ചടക്കത്തിന്റെ 7 മേഖലകളും. അതിൽ ഒരു കണ്ണി പൊട്ടിയാൽ ചങ്ങല പൊട്ടി. ചങ്ങല ബലമായിരിക്കണമെങ്കിൽ ചങ്ങലയുടെ 7 കണ്ണികൾ ബലമായിരിക്കണം. അത് ശരിയാകുവാൻ കണ്ണികളിലല്ല ശ്രദ്ധിക്കേണ്ട, ചങ്ങലയിലാണ്. അതായത് ജീവിതത്തിന്റെ സമഗ്രതയ്ക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത്. സാഹചര്യമുള്ള ജീവിതം അതിന്റെ എല്ലാ അവാന്തര വിഭാഗങ്ങളിലും ആരോഗ്യമുള്ള ജീവിതമായിരിക്കും. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കണം. മൊത്തം ജീവിതത്തെ കർത്താവിന് പൂർണ്ണമായി വിട്ടുകൊടുത്താൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു ഓരോ ഭാഗത്ത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കൊട്ടയിലിരിക്കുന്ന അനേക സാധനങ്ങളിൽ ഓരോന്നിടത്ത് ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൊട്ടയോടം കൊടുത്താലോ അതിനുള്ളതെല്ലാം കൊടുത്തല്ലോ. ജീവിതത്തെ ദൈവത്തിന് മുഴുവനായി സമർപ്പിച്ചാൽ പിന്നെ നമ്മുടെ അവാന്തര വിഭാഗങ്ങളെ പ്രത്യേകം സമർപ്പിക്കേണ്ട ആവശ്യമില്ല. യാഗമായി നമ്മെ മുഴുവൻ അർപ്പിച്ചാൽ നാം മുഴുവനും ദൈവത്തിലുള്ളവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ അച്ചടക്കത്തിൽ സമഗ്രമായിരിക്കുന്ന അച്ചടക്കമാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവത്തിന് വിട്ടുകൊടുക്കണം. ആത്മീയമെന്നോ ഭൗതികമെന്നോ ഒന്നും ചിന്തിക്കാതെ നമ്മുടെ ശരീരവും ആത്മാവും ദേഹവും ദേഹിയും നമ്മുടെ പേഴ്സും നമ്മുടെ അവസരങ്ങളും നമ്മുടെ കഴിവുകളും നമ്മുടെ താലന്തുകളും ആത്മീയ അച്ചടക്കത്തിന് വിധേയപ്പെടുത്തി ദൈവത്തിന് കൊള്ളാകുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. ഈ കാര്യങ്ങൾ ഞാൻ ഓടിച്ചാണ് പറഞ്ഞതെങ്കിലും ദൈവം അത് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഗഹനമായ ഒരു പഠനമാണ് നമ്മൾ കേട്ടത്. അങ്കിളിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആത്മീയ അച്ചടക്കത്തിന്റെ ആവശ്യവും പ്രാധാന്യവും പ്രത്യേകിച്ച് 7 മേഖലകളിൽ അത് നമ്മൾ ഓടിച്ച് കേൾക്കുകയായിരുന്നു. സന്തുലിതമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള അച്ചടക്കമാണ് ഒരു ആത്മീയനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അപ്രാപ്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും, എന്നാൽ അതിനുള്ള ആഹ്വാനമാണ് നാം കേട്ടത്. ദൈവകൃപയെ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനോടൊപ്പം മാറാനുള്ള പരിശ്രമവും തീരുമാനവും നമുക്ക് ഉണ്ടാകട്ടെ.